ഇല്ല, കേൾക്കുന്നില്ല മാം. എന്തെങ്കിലും ഷെയർ ചെയ്തായിരുന്നോ മാം? അതെ ഷെയർ ചെയ്തായിരുന്നു. ഇല്ല മാം, കേട്ടില്ല മാം. ഓക്കെ വെയിറ്റ്. Hello, Vinu sir. Good evening, sir. Good evening, ma'am. Sir, shall we start now? തുടങ്ങാം നമുക്ക്. Yes, ma'am. Okay. Abida? Yes, miss. Okay. ഗുഡ് ഈവനിങ് ഓൾ. ഈ അറിവ് സമൃദ്ധമായ വെബിനാറിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാർബേസ്ലെസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സുൽത്താൻ ബത്തേരിയും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എൻട്രി ലേണിംഗ് ആപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ വെബിനാർ പങ്കാളികളായ എല്ലാ വിദ്യാർത്ഥികളെയും സസ്നേഹം വരവേൽക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അധ്യാപന പരീക്ഷകളെ കുറിച്ച് അറിയേണ്ടത് എന്തെല്ലാം, അതായത് KTET, CTET, HSA,
സെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ വിശദമായ അവലോകനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തരാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എൻട്രി ലേണിംഗ് ആപ്പിന്റെ പ്രശസ്ത അധ്യാപകരായ വിനു ശ്രീധർ സാറും മിസസ് കാവ്യ മാമുമാണ്. കേട്ടറ്റ്, സീടെറ്റ്, HSA, സെറ്റ് എന്ന തുടങ്ങിയ പ്രധാനപ്പെട്ട അധ്യാപക യോഗ്യതാ പരീക്ഷകളെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മളെ വിജയത്തിലേക്ക് മുന്നേറിപ്പിക്കാൻ സഹായിക്കുന്നതും അതുപോലെ ഈ വെബിനാർ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ വെബിനാർ ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയർ നാച്ചുറൽ സയൻസിലെ വിദ്യാർത്ഥിയായ കീർത്തനയെ ക്ഷണിക്കുന്നു. സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിടയാതെ സത്യമെന്നുള്ള സത്യമോടെ ഞാൻ ശാന്തിയറിയണം. അടുത്തതായിട്ട് എല്ലാവരെയും ഔദ്യോഗികമായി ഒന്ന് സ്വാഗതം ചെയ്യാൻ നമ്മുടെ അധ്യാപികയും ജനറൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജീന കോശി മാമിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആദരണീയരായ നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് മിസ്റ്റർ വിനു ശ്രീധർ, മിസസ് കാവ്യ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം അധ്യാപനം എന്ന് പറയുന്ന ഒരു ജോലി മാത്രമല്ല, അത് സമൂഹത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന വിശിഷ്ടമായ ഒരു സേവനമാണ്. അതിനാൽ ഈ മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മികച്ച പ്രാപ്തിയും അറിവും അതുപോലെ തന്നെ ജ്ഞാനവും ആവശ്യമുണ്ട്. കേറ്ററ്റ്, സെറ്റ്, സീറ്ററ്റ്, നെറ്റ് ഇങ്ങനെയുള്ള PSC എക്സാംസ് പോലെയുള്ള മത്സര പരീക്ഷകൾ വഴി ഏറ്റവും സമർത്ഥരായ അധ്യാപകരെ കണ്ടെത്തുവാൻ സഹായിക്കുകയാണ്. എന്നാൽ ഇത്തരം എക്സാംസ് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ശരിയായ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ചിട്ടയായ പഠനവും നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ഈ വെബിനാറിലൂടെ മേൽപ്പറഞ്ഞ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മത്സര പരീക്ഷകൾ വിജയിച്ചതിന് ശേഷവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നറിയാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എൻട്രി ആപ്പ് ഒരു ഫ്രീ വെബിനാർ ഒരുക്കുകയാണ്. ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ എക്സ്പെർട്ട് ടിപ്സും പ്രിപ്പറേഷൻ ടെക്നിക്സും വഴി നിങ്ങളെ വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയത്തിൽ എൻട്രി ആപ്പിന്റെ പ്രീമിയം ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റർ വിനു ശ്രീധർ, മിസസ് കാവ്യ P എന്നിവരാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. മിസ്റ്റർ വിനു ശ്രീധർ എൻട്രി ലേണിംഗ് ആപ്പിന്റെ എഡ്യൂക്കേറ്ററും അക്കാഡമിക് സ്ട്രാറ്റജിസ്റ്റുമാണ്. സ്കൂളിലും കോളേജിലുമായി നീണ്ട വർഷത്തെ അധ്യാപനത്തിന് ശേഷം ഇപ്പോൾ എൻട്രി ലേണിംഗ് ആപ്പിന്റെ എഡ്യൂക്കേറ്ററും അക്കാഡമിക് സ്ട്രാറ്റജിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്നു. മിസസ് കാവ്യ P HSST ഇക്കണോമിക്സ് ഫാക്കൽറ്റി SCB തിരുവനന്തപുരം, ഇഗ്നോവിന്റെ അക്കാഡമിക് കൗൺസിലർ, എൻട്രി ആപ്പിന്റെ ഫാക്കൽറ്റിയായും വർക്ക് ചെയ്യുന്നു. കൂടാതെ നെറ്റ്, സെറ്റ്, സീറ്ററ്റ്, APS, ഇതുകൂടാതെ BA ഇക്കണോമിക്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, MA കേരള യൂണിവേഴ്സിറ്റിയിൽ 5th റാങ്ക് ഹോൾഡർ, ഇങ്ങനെ ഉന്നത വിജയം നേടിയിട്ടുള്ള വ്യക്തിയാണ്. വിനു സാറിനെയും കാവ്യ ടീച്ചറിനെയും ഈ വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ BEd ബസേലിയസ് കോളേജിന്റെ ഫാക്കൽറ്റി, അതുപോലെ തന്നെ MEd ട്രെയിനീസ്, DLEd ഫാക്കൽറ്റി എന്നിവരെയും BEd സ്റ്റുഡൻസ് എന്നിവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു ജീന മാം. ഇന്ന് നമ്മുടെ സെഷന്റെ മുഖ്യ ഭാഗമായ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മുടെ എൻട്രി ലേണിംഗ് ആപ്പിലുള്ള പ്രശസ്ത അധ്യാപകരായ മിസ്റ്റർ വിനു ശ്രീധർ സാറിനെയും കാവ്യ മാമിനെയും ക്ഷണിക്കും. താങ്ക് യു. ഓക്കെ, സ്ക്രീനൊക്കെ വന്നല്ലോ അല്ലെ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വെബിനാറിലേക്ക് സ്വാഗതം. എൻട്രി ഇങ്ങനൊരു വെബിനാർ കഴിഞ്ഞൊരു 4-5 വർഷത്തോളമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക BEd കോളേജുകളുമായിട്ട് ചെയ്തു വരികയാണ്. അത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ, ഓഫ്ലൈൻ സെമിനാറുകളായിട്ടും ഓൺലൈൻ വെബിനാറുകളായിട്ടും കണ്ടക്ട് ചെയ്തു വരികയാണ്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മിസ് ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ കരിയറിനെ വലിയ ഇമ്പോർട്ടൻസോടുകൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എൻട്രിയുടെ ഒക്കെ തുടക്കകാലത്ത് നമ്മൾ ഈ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എൻക്വയറി വരുമായിരുന്നു. എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇത് പറ്റുമോ, ഞങ്ങളിത് അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതിയോ, അങ്ങനെ ഒരുപാട് പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ പോകുന്നതിന്റെ പേരിൽ ആദ്യത്തെ അവസരങ്ങൾ പലരും നഷ്ടപ്പെടുത്തുന്നത് കാണാറുണ്ട്. അപ്പൊ നിങ്ങളാണെങ്കിലും എൻട്രി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻട്രിയിലുള്ള കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ എൻട്രിയുടെ ഈ പറയുന്ന എക്സാമുകളിലൊക്കെ നൽകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പറയാന്നാണ് ഒരു പരിധി വരെ നിങ്ങൾ വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് 1 മണിക്കൂർ സെഷൻ കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. നമ്മൾ പറയാൻ പോകുന്നത് BEd പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾ അറിയുകയും ഒപ്പം ക്രാക്ക് ചെയ്യുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില എക്സാംസും, ആ എക്സാമുകൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് മുൻപോട്ട് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഈ വെബിനാർ ഞങ്ങൾ 2 പേരുണ്ട് അല്ലെ, നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടു. ആ 2 പേര് 2 ആയിട്ടാണ്, അരമണിക്കൂർ ഇതുള്ള സെഷൻ ആയിട്ടാണ് ചെയ്യുക. ആദ്യത്തെ അരമണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ BEd പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്വാളിഫൈഡ് ആവേണ്ട പ്രധാനപ്പെട്ട എക്സാമുകളെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും, അത് ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചുമാണ്. അങ്ങനെ നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് ഇത് ക്വാളിഫൈഡ് ആവുന്ന മൈൻഡിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എത്തുന്ന നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഉള്ളത് എന്നതിനെ കുറിച്ച് മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാവ്യ മിസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം, നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണോ സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും 2 പേരും ഉണ്ടോ? എന്താണ് കൂടുതൽ ഏത് ഇയർ ആണെന്ന് അറിയാനായിട്ടാണ്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഈ കേറ്ററ്റും സീറ്ററ്റും സെറ്റും ഒക്കെ എഴുതി ശീലമുള്ള ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടോ? സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിൽ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാവും. അടുത്ത ദിവസം സെറ്റിന്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അത് എഴുതാനായിട്ട് പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ചോദിച്ചത്. ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ, ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ? എന്തായാലും ഏത് ഇയർ ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം മത്സര പരീക്ഷകളിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്ന സമയത്ത്, ടീച്ചിങ് ഫീൽഡിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾക്കൊപ്പം തന്നെ ചില എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ ടൈറ്റിൽ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. നമുക്ക് കേവലം BEdോ ഡിഗ്രിയോ മാത്രം മതിയോ? പോരാ, എലിജിബിലിറ്റി ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി, BEd, കേറ്ററ്റ് 2 UP സ്കൂൾ അധ്യാപകനാണെങ്കിൽ അത് ആവശ്യമാണ്. ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ ഡിഗ്രി, BEd, കേറ്ററ്റ് 3 ആണ് നിലവിലത്തെ റൂൾ പ്രകാരം കേട്ടോ. HSST എന്ന് പറയുന്നത് PG BEd സെറ്റ് ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് PG നെറ്റ് PhD ആണ്. അപ്പൊ ഇതില്ലാതെ കേവല ഡിഗ്രി, കേവല PG ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾ ക്വാളിഫൈഡ് ആയേ പറ്റുള്ളൂ. ഇത് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് ഈ പറയുന്ന എല്ലാ എക്സാംസിന്റെയും ബേസ് എന്ന് പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ആർട്ടിക്കിൾ 21A 2009 വന്ന നിയമം ഒക്കെ നിങ്ങൾ BEd തന്നെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ആണ് സംസാരിക്കുന്നത് അല്ലെ, ഫസ്റ്റ് ഇയേഴ്സിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ആയിരിക്കുമ്പോൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ ആദ്യം തന്നെ ഒരു സെന്റൻസ് നിങ്ങൾ ഒരു കാരണവശാലും BEd കഴിയുന്നത്രയും കാലം മറക്കരുതാത്ത ഒരു സെന്റൻസ് ഞാൻ പറയാം. ഒറ്റ പ്രിപ്പറേഷൻ കൊണ്ട് 4 എക്സാം ക്രാക്ക് ചെയ്യാം. ഒറ്റ പ്രിപ്പറേഷൻ 4 എക്സാം. അത് BEd പഠിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതെങ്ങനെയാണെന്ന് ഫസ്റ്റ് ഇയറിൽ അറിയുകയും സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രിപ്പറേഷൻ പ്ലാനിങ് ഒക്കെ നിങ്ങൾ ഇതിനൊപ്പം BEdനൊപ്പം തന്നെ കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആദ്യ ശ്രമത്തിൽ തന്നെ കേറ്ററ്റും സീറ്ററ്റും സെറ്റും ഒക്കെ ക്വാളിഫൈഡ് ആവും. ഈ 4 എക്സാംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നറിയോ? കേറ്ററ്റിന്റെ 2ഉം 3ഉം കാറ്റഗറികളിൽ, സീറ്ററ്റിന്റെ പേപ്പർ 2 ആൻഡ് സെറ്റിന്റെ 2 പേപ്പറുണ്ട്. അത് ഒരൊറ്റ എക്സാം തന്നെയാണ്, 2 പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് സെറ്റ് എക്സാം. അങ്ങനെ 4 ക്വാളിഫിക്കേഷൻസ്. ഇതില്ലാതെ മുമ്പോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇനി ഈ സെന്റൻസ് ഒരു കാരണവശാലും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ പ്രിപ്പറേഷൻ 4 എക്സാം ക്രാക്ക് ചെയ്യാം BEd കാലത്ത് മാത്രമേ സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഇനി ഇത് നേടിയില്ല എങ്കിൽ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്? ഇപ്പൊ എനിക്ക് എല്ലാ 6 മാസം കൂടുമ്പോൾ ഈ എക്സാം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ, എനിക്ക് ലെസൺ പ്ലാനുകളും എനിക്ക് പോർട്ട്ഫോളിയോയും ഒരുപാട് റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ എഴുതി തീർക്കാനുണ്ട്. അതൊക്കെ തീർത്തിട്ട് അടുത്ത തവണ ചെയ്യാതാ മതി എന്ന് നിങ്ങൾ വിചാരിച്ച് മാറ്റുമ്പോൾ ആ അവസരം നിങ്ങളുടെ 3-4 വർഷം നശിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ ക്ലിയർ ആയിട്ട് ഈ വെബിനാറിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ റീസൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 2019 ഒരു UP സ്കൂൾ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. നമ്മുടെ കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരും. UP സ്കൂൾ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്
അന്ന് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2016 വന്ന UPSC-നേക്കാളും പകുതി മാത്രമേ ഉണ്ടായിരുന്നു, 50% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകുതി പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതിന് ഒറ്റ റീസണേ ഉള്ളൂ, കേറ്ററ്റ് നിർബന്ധമാക്കി ആ വർഷം. കേറ്ററ്റ് ഇല്ലാത്തത് കൊണ്ട് അന്ന് എഴുതാൻ പറ്റിയില്ല 50% ആളുകൾക്ക്. ആ വർഷം B.Ed പാസ്സായ കുട്ടികളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കേറ്ററ്റിന്റെ ഇമ്പോർട്ടൻസ് അറിയുകയുണ്ടായിരുന്നുള്ളൂ. അവര് എഴുതിയെടുത്തവർക്ക് മാത്രമേ ലിസ്റ്റിൽ കയറാൻ സാധിച്ചുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ, കേരള PSC-യുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അവരിൽ പലരും ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞവർക്ക് മാത്രമാണ് എഴുതിയെടുക്കാൻ പറ്റും. ആ സമയത്ത് ഒരുപാട് കോഴ്സ് ഞങ്ങൾക്ക് വരുമായിരുന്നു. സാർ ഇത് ഞങ്ങൾക്ക് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് UPSC എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് കേറ്ററ്റ് പാസ്സായാൽ മതിയോ, ഇനി ഒരു അവസരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. സമാനമായ അവസരം എന്താ ഇപ്പോ HSA, ഇന്നലെയായിരുന്നു HSA, ഹൈസ്കൂൾ അസിസ്റ്റന്റ്, ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന HST എന്നാണ് ഇപ്പൊ പോസ്റ്റിന്റെ പേര്. ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് നേരത്തെ പറയുമായിരുന്നു. ആ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കുറെ സബ്ജക്റ്റുകളുടെ വന്നു. ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് കേറ്ററ്റോ സീറ്ററ്റോ സെറ്റോ ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അത് എഴുതാൻ സാധിക്കുക. ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട്, സാർ ഇത് നീട്ടാൻ ചാൻസ് ഉണ്ടോ, ഞങ്ങളുടെ കേറ്ററ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്, റിസൾട്ട് വന്നിട്ടില്ല, അവരുടെ റിസൾട്ട് വന്നിട്ടില്ല, ഇന്ന് പ്രൊഫഷണൽ കീ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് എപ്പോൾ ചെയ്യാൻ പറ്റും, ഇനി എന്നാണ് ഞങ്ങൾക്ക് അവസരം കിട്ടുക എന്നൊക്കെയാണ് ചോദ്യം. 2019 എഴുതാൻ പറ്റാത്തവർക്ക് പിന്നീട് പറ്റിയത് എപ്പോഴാണെന്നറിയോ, 2021-22 കാലഘട്ടത്തിലാണ്. 2024 എഴുതാൻ പറ്റാത്തവർക്ക് ഇനി എപ്പോഴാണ് പറ്റുന്ന അറിയോ, 2027-28 കാലഘട്ടത്തിലാണ്. അപ്പൊ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ എക്സാം ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അടുത്ത പ്രാവശ്യം എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 3 വർഷമോ 4 വർഷമാണോ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അപ്പൊ PSC-യുടെ സൈറ്റിൽ കയറുന്ന അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സപ്പോർട്ടോടുകൂടി ജോലിക്ക് കയറാം. നിങ്ങൾക്ക് സർക്കാരാണ് ശമ്പളം തരുന്നത്. ശമ്പളം വേണമെങ്കിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റും മസ്റ്റ് ആണ്, ഇല്ലാതെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് അപ്രൂവൽ ആവില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു വിചാരിച്ചാൽ സർക്കാരാണ് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ശമ്പളം തരിക. നിങ്ങളെ ക്വാളിഫൈഡ് ആവില്ല, നിങ്ങൾക്ക് ശമ്പളം പാസ്സാക്കി തരില്ല. കാരണം നിങ്ങൾക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും ശമ്പളം കിട്ടാതെ നിങ്ങൾ പണിയെടുക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് CBSE സ്കൂളുകൾ, സ്റ്റാൻഡേർഡ് CBSE സ്കൂളുകളിൽ സീറ്ററ്റ് കമ്പൽസറി ആണ്. അവർ സീറ്ററ്റ് നോക്കിയിട്ടാണ് കയറ്റുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് മാറിയിരിക്കുന്നു. സോ ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി കേറ്ററ്റ് സീറ്ററ്റ് സെറ്റ് എക്സാം പാറ്റേണുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 4 കാറ്റഗറികളിലാണ് കേറ്ററ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ജനറലി ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് LP അധ്യാപകർക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 1, UP അധ്യാപകർക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 2, ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടി കാറ്റഗറി 3, ഹയർ സെക്കൻഡറി സ്പെഷ്യൽ അധ്യാപകർക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 4, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയിട്ട് സെറ്റ് എക്സാം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുണ്ടെങ്കിൽ അത് വേണോ എന്നുള്ള ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം സീറ്ററ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായാൽ കേറ്ററ്റ് 1-ൽ നിന്ന് ഒഴിവാക്കാമെന്നും സീറ്ററ്റ് എലിമെന്ററി സ്റ്റേജ് പാസ്സായ കേറ്ററ്റ് 2-ൽ നിന്ന് ഒഴിവാക്കാമെന്നും നിലവിലെ റൂൾ ഉണ്ട്. അതേപോലെ നെറ്റ്, സെറ്റ്, MPhil, PhD, MD യോഗ്യതകളുള്ളവരെ കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ കേറ്ററ്റിൽ നിന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. പക്ഷേ MPhil എന്ന് പറയുന്ന കോഴ്സ് യൂണിവേഴ്സിറ്റികൾ നിർത്തലാക്കി. പുതിയ കാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. ഇതിലൊക്കെ ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് പലർക്കും അവസരം നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഓവർ കോൺഫിഡൻസിൽ ഇതുള്ളത് കൊണ്ട് ഇനി ഞാൻ എഴുതണ്ടെന്ന് വിചാരിച്ചൊന്നിരിക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് എഴുതിയെടുക്കാനുള്ള ശ്രമം ആദ്യം തൊട്ടേ നടത്തുക. നിങ്ങൾ പിന്നീട് ഒരു എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് പോകല് പോസിബിൾ അല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അവർ കാണിച്ചൊരു മണ്ടത്തരം ഉണ്ടാവും. കേറ്ററ്റ് കാറ്റഗറി 3 ജയിച്ചാൽ 2 വേണ്ട. അതുകൊണ്ട് 2ഉം 3ഉം ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ അവസരമുള്ളപ്പോഴും മെജോറിറ്റി പേരും 3 മാത്രം അപ്ലൈ ചെയ്തു. പ്രശ്നം എന്താ വെച്ചാൽ കേറ്ററ്റ് 3 കിട്ടിയിട്ടില്ല എങ്കിൽ ഹൈസ്കൂളിലും ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 ഒട്ട് എഴുതിയില്ല, അപ്പൊ 2-ന് ഈക്വലന്റ് ആയിട്ട് 3 വരേണ്ട സമയത്ത് അത് കിട്ടിയിട്ടുമില്ല. UP-ലും ജോലി ചെയ്യാൻ പറ്റാത്ത അവസരം. എന്നാൽ 3ഉം 2ഉം എഴുതി ഇൻ കേസ് 2 ആണ് ആദ്യം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന UPSC എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം വരുന്ന ഗസ്റ്റ് ആയിട്ടുള്ള ജോലിയിലേക്ക് UP-ൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവും. എയ്ഡഡ് സ്കൂളിൽ UP-ൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഫീസിനെ ഓർത്തിട്ട് നിങ്ങൾ ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പാടില്ല, കാറ്റഗറി 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ ഉള്ളതിൽ നിങ്ങളെ സംബന്ധിച്ച് 3ഉം 2ഉം രണ്ടും ഒന്നിച്ച് അപ്ലൈ ചെയ്ത് ഒന്നിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഒറ്റ പ്രിപ്പറേഷൻ മതി ഇത് ക്വാളിഫൈഡ് ആവാനായിട്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോഴല്ല, നമ്മളത് ഇനി ആ സമയത്ത് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ തവണയും ഓരോരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരെണ്ണം കഴിഞ്ഞതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ വെബിനാറിൽ. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കൺഫ്യൂഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻട്രിയായിട്ട് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലുണ്ട്. എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ട്. അതിൽ എൻട്രി ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളുടെ അപ്ഡേഷൻസും ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുക. ഇന്നും വരെ നമ്മളിപ്പോ സെറ്റിന്റെ എക്സാം അടുത്ത ദിവസം നടക്കുന്നുണ്ട്. സെറ്റിന്റെ മാരത്തോൺ, സബ്ജക്റ്റുകളുടെ മാരത്തോണും. എനിക്ക് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഉടനെ സെറ്റിന്റെ ലൈവിലേക്കാണ് ഞാൻ പോകുന്നത്. എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിൽ സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന.
ആപ്പ് വേറെ ഉണ്ട്, അതിനകത്ത് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുകയും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ചാനലായിട്ട് അത് വർക്കായിട്ട് വരുന്നുണ്ട്. 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് ആയിട്ടുള്ള അപ്ഡേഷൻസും ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് കിട്ടും. അപ്ലൈ ചെയ്യേണ്ട സമയത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ അതിൽ തരുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്തായാലും നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ 3rd സെമ്മിലോ 4th സെമ്മിലോ ആയിരിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് 3rd സെമ്മിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അവസരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വിളിക്കുന്ന കേറ്ററ്റിനോ സെറ്റിനോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ആ ചാൻസ് ഉപയോഗിക്കുക. സീറ്ററ്റും അതുപോലെ തന്നെയാണ്. ഇനി ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഫിക്സഡാ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 150ൽ 90 മാർക്കാണ്. 150 ഇതിന്റെ ടോട്ടൽ മാർക്ക്. അത് 90 മാർക്കാണ് വേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒരു തവണ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഇതൊരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഈ 150ൽ 90 എന്നുള്ളത് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേരെ. നമുക്ക് ആവശ്യം ഒരു 100ന് മുകളിലാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് 115ൽ 120 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഞങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 90 കറക്റ്റ് മനസ്സിൽ വിചാരിച്ചുള്ള കുഴപ്പം നിങ്ങളുടെ സീനിയേഴ്സിനോട് വെച്ച് അവർ പറഞ്ഞുതരും. 89ലും 88ലും ഒക്കെ വെച്ച് പോയ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് കയറാൻ നോക്കണ്ട. നിങ്ങൾ 100+ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിന് നിങ്ങൾക്ക് സാധിക്കും, സാധിക്കാത്ത കാര്യമൊന്നുമല്ല. ഇനി നിങ്ങൾ SC ST OBC OEC വിഭാഗങ്ങളാണെങ്കിൽ 82 മാർക്ക് മതി. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 75 മാർക്ക് മതി എന്നുള്ളത് ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ രീതികളും സിലബസും ഓരോ വിഷയത്തിനുള്ള മാർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3 കാര്യം ബ്രീഫായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മുൻവർഷ ചോദ്യങ്ങളുടെ ലെവൽ നിങ്ങളുടെ സബ്ജക്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാണണമെങ്കിൽ എൻട്രിയുടെ ബ്ലോഗിലോ എൻട്രിയുടെ യൂട്യൂബ് ചാനലിലോ ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് പഠനം പ്രയാസമായിട്ടുള്ള ഭാഗം ആദ്യം കണ്ടുപിടിക്കും. ചിലർക്ക് അത് സൈക്കോളജി ആയിരിക്കും, ചിലർക്ക് അത് പെഡഗോഗി ആയിരിക്കും, ചിലർക്ക് അത് സബ്ജക്റ്റ് ആയിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ആ ഒരു വീക്ക്നെസ് നിങ്ങൾ മറികടക്കാനായിട്ട് ശ്രമിക്കുക. സ്ട്രോങ് ആക്കി കട്ട് ഓഫ് മറികടക്കാനുള്ള മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാറ്റഗറി 1 നിങ്ങളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ല. LP സ്കൂൾ അധ്യാപകരാണ് അത് എഴുതുക. അവിടെ നിങ്ങൾ ജസ്റ്റ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കുക. 30 മാർക്ക് വീതമുള്ള 5 പാർട്ടായിട്ട് ആ എക്സാമിന് തിരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നാമത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി, പിന്നെ മാത്സ്, എൻവയോൺമെന്റൽ സയൻസ്, 1ാം ഭാഷ മലയാളം, 2ാം ഭാഷ ഇംഗ്ലീഷ്. അങ്ങനെ 30 മാർക്ക് 150 മാർക്ക് എന്നാണ് കാറ്റഗറി 1ന്റെ ആ ഒരു ഡിവിഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് അവസാനത്തെ പോയിന്റ് മാത്രം നോക്കിയിരുന്നു. 1 മുതൽ 5 വരെയുള്ള SCRT സിലബസ്. SCRT എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നമ്മുടെ സർക്കാർ പുറത്തിറക്കുന്ന SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തിനും തുല്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ SCRT സിലബസ് അനുസരിച്ച് ഓരോ മേഖലയ്ക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ ലെവൽ എവിടം വരെ പോവാം കൃത്യമായിട്ട് നോക്കൂ. അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് സെക്കൻഡറി തലം വരെ ഉയരാം. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്. ഒരു അധ്യാപകനാണെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യലും മാത്സും സയൻസും ഇംഗ്ലീഷും എല്ലാ കാര്യങ്ങളും ജനറലി അറിഞ്ഞിരിക്കണം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. ഇനി വരാൻ പോകുന്ന എക്സാമുകളെല്ലാം അത് വരും. അത് തുടങ്ങേണ്ടത് B.Ed കാലഘട്ടത്തിലാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കാറ്റഗറി 2ലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി 30 മാർക്ക് 30 ചോദ്യങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗിയിൽ നിന്നാണ്. സയൻസ് മാത്സ് അധ്യാപകർക്ക് വേണ്ടിയിട്ട് 60 മാർക്ക് അതിൽ നിന്നോ, സോഷ്യൽ സയൻസ് അധ്യാപകർക്ക് വേണ്ടിയിട്ട് 60 മാർക്ക് അതിൽ നിന്നോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഏതാണോ നിങ്ങൾ OMR ഷീറ്റിന്റെ ഫ്രണ്ടിൽ കറപ്പിക്കുന്നത് അത് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ ഇൻവാലിഡ് ആയിട്ട് പോകുന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷും ഹിന്ദി പോലുള്ള സബ്ജക്ട് പഠിച്ചവർക്ക് അതിലേത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 60 മാർക്കാണ് അവിടെ നിന്ന് ചോദിക്കുക. അവിടെ തന്നെ 40 മാർക്ക് സബ്ജക്റ്റും 20 മാർക്ക് സബ്ജക്റ്റിന്റെ പെഡഗോഗി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. സയൻസ് ആണെങ്കിൽ 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ്, 10 മാർക്ക് സയൻസ് പെഡഗോഗി, 10 മാർക്ക് മാത്സ് പെഡഗോഗി. അങ്ങനെയാണ് സാധാരണ ചോദിക്കേണ്ടത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. സോഷ്യൽ സയൻസ് ആണെങ്കിൽ 40 മാർക്ക് സോഷ്യൽ സയൻസും 20 മാർക്ക് അതിന്റെ പെഡഗോഗി ചോദിക്കുക. ദെൻ മലയാളത്തിൽ നിന്ന് 30 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 30 മാർക്ക്. ആദ്യം മലയാളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മലയാളം വെക്കാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് സെലക്ട് ചെയ്ത ലാംഗ്വേജ് ആയിരിക്കരുത് സെക്കൻഡ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷും മലയാളം സെലക്ട് ചെയ്യണമെന്ന് സാരം. അങ്ങനെ 30, 60 മാർക്ക് അവിടെ നിന്ന് ചോദിക്കും. അങ്ങനെ 150 മാർക്കാണ് ചോദിക്കുക. ഇവിടെ സൈക്കോളജി എന്നൊക്കെയുള്ള ആപ്ലിക്കേഷൻ തലത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് വരിക. ഇംഗ്ലീഷും മലയാളവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച ആ ഒരു ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറി, ഒരു പാസേജ് എന്ന അതിൽ നിന്ന് ആൻസറും ഗ്രാമറും ഒക്കെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി 5 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ SCRT സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങളെങ്കിലും ലെവൽ എവിടം വരെ പോവാം, ഹയർ സെക്കൻഡറി ലെവൽ വരെ പോവാം. കാറ്റഗറി 2 എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഹയർ സെക്കൻഡറി ലെവൽ വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. എന്നാലും 10ാം ക്ലാസ് വരെയുള്ള സബ്ജക്ട് നോളജും 10ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മലയാളം കൺസെപ്റ്റുകളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാറ്റഗറി 2 ക്വാളിഫൈഡ് ആയിരിക്കും. തർക്കം വേണ്ട. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് അതിന്റെ ബേസ്. അതായത് നമുക്ക് വേണ്ടത് 90+ ആണ്. 100+ നേടാൻ നിങ്ങൾക്ക് അത് മതി.
പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുകൂടി അവിടെ ഓർത്തിരിക്കുക. സൈക്കോളജി ഒക്കെ 30 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കുന്നത് കേട്ടോ. അഡോളസന്റ് സൈക്കോളജിയിൽ നിന്ന് 40 മാർക്കാണ് നമുക്ക് ഇവിടെ ചോദിക്കുക. എവിടെ? കാറ്റഗറി 3 കേറ്ററ്റിന്. ഇത് കാറ്റഗറി 3യുടെ ആണ്. കാറ്റഗറി 3 കേറ്ററ്റിന് അഡോളസന്റ് സൈക്കോളജി 40 മാർക്ക്. കാരണം ഹൈസ്കൂൾ അധ്യാപകരാവാനാണ് കാറ്റഗറി 3 ഉള്ളത്. അപ്പൊ ഹൈസ്കൂൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവിടെ അഡോളസന്റ് ഏജിലുള്ള കുട്ടികളാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയ അഡോളസന്റ് സൈക്കോളജി നിങ്ങൾ പഠിക്കാത്ത ബി.എഡ് പഠിക്കാത്ത കണ്ടന്റുകൾ പോലും ഇപ്പൊ ചോദിച്ച് കാണുന്നുണ്ട്. കഴിഞ്ഞ കേറ്ററ്റിലൊക്കെ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ 1ാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ ഏതെങ്കിലും ഒരെണ്ണം, ഇംഗ്ലീഷോ മലയാളോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ 30 മാർക്ക് അതിൽ നിന്നായിരിക്കും ചോദിക്കുക. ഒരു ലാംഗ്വേജേ ഉള്ളൂ. 80 മാർക്ക് സബ്ജക്റ്റാ. അത് പ്യൂർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 50 മാർക്കും 30 മാർക്ക് നിങ്ങൾ ബി.എഡിന് പഠിക്കുന്ന സബ്ജക്റ്റിന്റെ പെഡഗോഗി. അങ്ങനെ 80 മാർക്ക്. ഈ 80 മാർക്ക് തന്നെയാണ് വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് നമുക്ക് ഉറപ്പിക്കാം. എന്നാലും സൈക്കോളജിയിൽ നിന്നും ലാംഗ്വേജിൽ നിന്നും ബേസിക് മാർക്കുകൾ സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓവറോൾ 100+ അല്ലെങ്കിൽ 90 കട്ട് ഓഫ് കടന്ന് വരാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് കാറ്റഗറി 3യെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇനി ചോദ്യങ്ങളുടെ ലെവൽ എന്ന് പറയുന്ന അഡോളസന്റ് സൈക്കോളജി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷും മലയാളവും ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് ബേസിക്സ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കേരള SCERT പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 8 മുതൽ 12 വരെയുള്ള സിലബസ് അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എങ്കിലും ഡിഗ്രി തലം വരെ ഉയരാം. അപ്പൊ അവിടെയാണ് കാറ്റഗറി 3 കേട്ടിട്ട് ഫിസിക്കൽ സയൻസുകാരാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടി കൂട്ടി 50 മാർക്ക്, 30 മാർക്ക് ഫിസിക്കൽ സയൻസിന്റെ പെഡഗോഗി. നാച്ചുറൽ സയൻസ് ആണ് സുവോളജിയും ബോട്ടണിയും കൂടി കൂട്ടി 50 മാർക്ക്, നാച്ചുറൽ സയൻസിന്റെ പെഡഗോഗി 30 മാർക്ക്. സോഷ്യൽ സയൻസുകാരാണെങ്കിൽ 50 മാർക്ക് സോഷ്യൽ സയൻസ്, 30 സോഷ്യൽ സയൻസിന്റെ പെഡഗോഗി. മാത്സുകാരാണെങ്കിൽ 50 മാത്സ്, 30 പെഡഗോഗി, മാത്സിന്റെ പെഡഗോഗി. ഈ രീതിയിലാണ് ചോദിക്കുന്നത്. ഇതിൽ സബ്ജക്ട് 8 തൊട്ട് 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് അടിസ്ഥാനം. ബേസിക്കലി NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ +2 ലെവൽ വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാറ്റഗറി ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഇങ്ങോട്ടുണ്ടാവും, ഡിഗ്രി ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവുമെന്ന് ഓർത്തിരിക്കാം. ഇനി കാറ്റഗറി 4ലേക്ക് വന്നാലോ? കാറ്റഗറി 4 എന്ന് പറയുന്നത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, സ്പെഷ്യൽ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എഴുതേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാറ്റഗറി 4 എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. സ്പെഷ്യൽ അധ്യാപകർക്ക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മ്യൂസിക് പോലുള്ള അധ്യാപകർക്കൊക്കെയാണ് അത് ഉള്ളതെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് കേറ്ററ്റിനെ സംബന്ധിച്ച് അറിയേണ്ടത്. ഇവിടെ നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 4 കാറ്റഗറികൾ 2 ഭാഷയിലും, ലെഫ്റ്റ് സൈഡിലും മലയാളത്തിലും റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. പക്ഷെ കാറ്റഗറി 3യെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഫസ്റ്റ് ഇയറിൽ വെച്ച് ഇതിന്റെ ഐഡിയ മനസ്സിലാക്കിയെടുക്കുക. ഈ എക്സാം എന്തിനാണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ബി.എഡ് പഠിച്ച ആ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടിക്കൊണ്ട് നിങ്ങൾ ലെസൺ പ്ലാനിൽ എഴുതുന്ന നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകളും ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. CTET-നെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ 95% കാര്യങ്ങളും എക്സാക്ട്ലി അതുപോലെ തന്നെയാണ്. കട്ട് ഓഫ് കേറ്ററ്റിന് സമാനമാണ്. ഇത് വന്ന വഴി എന്താ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികളൊക്കെ വന്നു. നാഷണലി ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ CTET ആണ് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. CBSE ആണ് അത് കണ്ടക്ട് ചെയ്തത്. അതിന്റെ പാത്ത് പിന്തുടർന്നുകൊണ്ട് അതേ പാറ്റേണിൽ കേരളത്തിൽ പരീക്ഷാഭവൻ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് കേറ്ററ്റ്. നമ്മളിപ്പോ കേറ്ററ്റ് പറഞ്ഞു ഒട്ടുമിക്ക കാര്യം CTET-നകത്തുണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസം, 2 കാറ്റഗറികളേ ഉള്ളൂ. 2 കാറ്റഗറികളേ ഉള്ളൂ. ഇത് വർഷത്തിൽ 2 തവണയാണ് 2 എക്സാംസ് നടത്തുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ ഇത് നാഷണൽ ലെവലാണ്. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 20 ലാംഗ്വേജ്, മലയാളവും ഹിന്ദിയും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് എല്ലാം അവിടെ സെലക്ട് ചെയ്യാൻ അവൈലബിൾ ആണ്. ബാക്കി എല്ലാം സെയിം ആണ്. നിങ്ങൾ നോക്കിയേ, കേറ്ററ്റ് 1ന്റെ എക്സാക്ട്ലി സെയിം സിലബസ് ആണ് പ്രൈമറി സ്റ്റേജ് പേപ്പർ 1 CTET-നുള്ളത്. ഒരു മാറ്റവും ഇല്ല, എക്സാക്ട്ലി സെയിം സിലബസ് ആണ്, സെയിം കട്ട് ഓഫ്, ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി പേപ്പർ 2 എലമെന്ററി സ്റ്റേജിന്റെ കേസിൽ വന്നു കഴിഞ്ഞാലോ, അവിടെ കേറ്ററ്റ് 2 എന്താണോ വേണ്ടത് എക്സാക്ട്ലി സെയിം. ഞാൻ നേരത്തെ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഒറ്റ പ്രിപ്പറേഷനിൽ 4 എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി 30 മാർക്ക്, ലാംഗ്വേജ് 30 മാർക്ക്, ലാംഗ്വേജ് 2 30 മാർക്ക്, സയൻസ് ആൻഡ് മാത്സ് 60 മാർക്ക്, സോഷ്യൽ സയൻസ് 60 മാർക്ക്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എക്സാക്ട്ലി സെയിം, ഒരു മാറ്റവും ഇല്ല, സെയിം കട്ട് ഓഫും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷും ഹിന്ദി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരുന്നു, ഇവിടെ ഹിന്ദി ഇംഗ്ലീഷിലും ആയിരിക്കും വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെറ്റിലേക്ക് വന്നാലോ, സെറ്റ് എക്സാം എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ സർക്കാർ നടത്തുന്നതാണ് സെറ്റ്. അവിടെ PG വേണം, B.Ed വേണം. PG B.Ed ഉള്ളവർക്കാണ് ഇത് എഴുതാനായിട്ട് സാധിക്കുക. ഇനി ബയോടെക്നോളജിയിലാണ് നിങ്ങളുടെ PG എങ്കിൽ, നാച്ചുറൽ സയൻസിലാണ് നിങ്ങളുടെ B.Ed എങ്കിൽ നിങ്ങൾക്ക് ബയോടെക്നോളജിയുടെ സെറ്റ് എഴുതാൻ പറ്റുള്ളൂ. സുവോളജിയുടെ ബോർഡറിന്റെ സെറ്റ് എഴുതാൻ സാധിക്കില്ല എന്നുള്ള സ്പെഷ്യൽ റൂൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ PG നേടി B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ B.Ed-ന്റെ സെക്കൻഡ് ഇയറിൽ വെച്ച് മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനും എഴുതാനും സാധിക്കുള്ളൂ. അവസാന വർഷം PG ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, B.Ed കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന വർഷം PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് എഴുതാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
കേറ്ററ്റിനെ സംബന്ധിച്ചിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. നിങ്ങൾക്ക് മുഴുവൻ സർട്ടിഫിക്കറ്റും കിട്ടിയ ശേഷം അവസാനം കൊണ്ട് നടത്തിയാൽ മതി. പക്ഷേ സെറ്റിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ റിസൾട്ട് വന്ന് വിത്തിൻ 1 ഇയർ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ അവിടെ LBS സെന്ററിൽ ഹാജരാക്കി അത് നിങ്ങൾ വെരിഫൈ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് ജനുവരി 30 നിങ്ങളുടെ റിസൾട്ട് വന്ന് വിചാരിച്ചു, 2026 ജനുവരി 30 മുമ്പ് നിങ്ങൾ ഇത് ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ നിങ്ങളെ ആ തവണത്തെ ചാൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനെ സംബന്ധിച്ച് രാവിലെയും ഉച്ച കഴിഞ്ഞുമായിട്ട് 2 പേപ്പറുകൾ, ഒരു എക്സാമിൽ തന്നെ 2 പേപ്പറുകളാണ്. കേറ്ററ്റിന് വിജയ ശതമാനം കുറവാണ്, സെറ്റിന് അതിലും കുറവാണ്. കാരണം എന്താ വെച്ചാൽ സെറ്റിന്റെ 2 പേപ്പറുകൾ ഉണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം. പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ BEd പഠിച്ച 60 മാർക്കിന്റെ കണ്ടന്റും അതുപോലെ തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള 60 മാർക്കുമാണ് ചോദിക്കുക. അപ്പൊ പേപ്പർ 1 എന്ന് പറയുന്നത് രാവിലെ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൽ 60 മാർക്ക് ജനറൽ നോളജും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വരുമ്പോൾ അതിൽ ലാംഗ്വേജും എല്ലാം മാത്സും എല്ലാം അതിനകത്ത് കയറി വരുന്നുണ്ട്. മെന്റൽ എബിലിറ്റി, സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് 60 മാർക്ക്. കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. 60 മാർക്ക്, ആ ബാക്കിയുള്ള 60 മാർക്ക് ബി പാർട്ടിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതിൽ സൈക്കോളജി, ഫിലോസഫി, പെഡഗോഗി, അതുപോലെ തന്നെ ടെക്നോളജി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അടുത്തൊരു ലൈവിലേക്കാണ്. സെറ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് എന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ കാണാൻ അങ്ങോട്ട് പോരും, സെറ്റിന് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്ക് മിസ്സിന്റെ സെഷനോട് കഴിഞ്ഞിട്ട് എൻട്രി ടീച്ചിങ് എക്സാമിന്റെ ചാനലാണ്. അപ്പൊ അതിനകത്ത് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ PG സബ്ജക്റ്റ് ആണ് ചോദിക്കുക. PG സബ്ജക്റ്റ് അവിടെ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കും. അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം, PG ലെവൽ വരെ പഠിച്ചെങ്കിൽ മാത്രമേ സെറ്റിന്റെ സെക്കൻഡ് പേപ്പർ കിട്ടുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് സെറ്റ് ഫെയിൽ ആവുന്നതെന്ന് അറിയാമോ? മെജോറിറ്റി പേരും അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ലാണ്ട് പോകുന്നതുകൊണ്ടാണ്. 2 പേപ്പർ, ഒരൊറ്റ ക്വാളിഫിക്കേഷൻ ആണ് സെറ്റ്, അതിന് 2 പേപ്പർ ഉണ്ട്, അതിൽ 3 കട്ട് ഓഫ് ഉണ്ട്. അതായത് പേപ്പർ 1 സെപ്പറേറ്റ് ഒരു കട്ട് ഓഫ്, നിങ്ങൾ എഴുതുന്ന 120 മാർക്കിലാണ്, അതിന്റെ 40%, ദാറ്റ് മീൻസ് 48 മാർക്ക് നിങ്ങൾ മേടിച്ചെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫിലേക്ക് വരുള്ളൂ. പേപ്പർ 2 വീണ്ടും നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എഴുതി, അതിലും 120 48 മാർക്ക് സ്കോർ ചെയ്താലേ നിങ്ങൾ അതും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2 കൂടി കൂട്ടി 240, 240 ഉണ്ടല്ലോ, അതിൽ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു 115 മുകളിലേക്ക് സ്കോർ ചെയ്യണം, 48%. അതായത് 2ലും 40% മേടിച്ചാലും നിങ്ങൾ ഓവറോൾ കട്ട് ഓഫ് കടക്കില്ല. സോ ഒരെണ്ണം നന്നായി പഠിക്കണം. അത് ജനറൽ പേപ്പറാണ് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം. ജനറൽ പേപ്പറിൽ നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യും, സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും മിനിമം മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ സെറ്റ് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും. സെറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. HSST പോലുള്ള എക്സാമുകളിൽ അത് വലിയ പ്രാധാന്യത്തോടുകൂടി വരുന്ന ഒരു കാര്യമാണ്. അത് വിട്ടുകളയാതെ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ച് മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ മേഖലയിലുള്ള എക്സാമുകൾ വരാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് അടുത്ത ചാൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു HSA വിളിച്ച കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ തീർന്ന് എനിക്ക് തോന്നുന്നു 2026 ഡിസംബർ അല്ലെങ്കിൽ 27 നിങ്ങൾക്ക് അടുത്ത UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം കിട്ടുന്ന ഒരു തസ്തികയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കേറ്ററ്റും സെറ്റും എല്ലാം എഴുതിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ആദ്യ അവസരത്തെ മനോഹരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാൻസുകളിൽ കേറ്ററ്റും സെറ്റും എഴുതിയെടുക്കാൻ സാധിക്കും. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒറ്റ പ്രിപ്പറേഷൻ, 4 എക്സാം, അത് ക്രാക്ക് ചെയ്ത് കയ്യിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ മിസ് തരുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ യാത്ര തുടരുക. അത് സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ ഇന്റർനാഷണൽ ലെവലോ പോകാനുള്ള അവസരം ഇന്ന് അധ്യാപകർക്കുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സജീവമായിട്ട്, ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഓഫ്ലൈനിൽ കുറെ കാലം പഠിപ്പിച്ചിട്ട് പുതിയ സാധനങ്ങൾ വരുന്ന സമയത്ത് പുതിയതിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ട്രാക്കൊക്കെ ഒന്ന് മാറ്റി വ്യത്യസ്തമായ ഫീൽഡിലൂടെ ഒക്കെ സഞ്ചരിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയും ഉണ്ട്, അങ്ങനെയും അവസരമുണ്ട്. നമ്മൾ ഇതിലെല്ലാം വരണമെങ്കിലും ആദ്യം വേണ്ടത് നമുക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ആണ്. ഈ പറയുന്ന നെറ്റും സെറ്റും സീറ്ററ്റും സെറ്റും ഒക്കെ കേറ്ററ്റും ഒക്കെ ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ തരുന്നത്. അത് നിങ്ങൾക്കും നാളെ സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നാലെ വരുന്ന ആളുകൾക്ക് പ്രചോദനമാകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഇനി മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് ഉള്ളതെന്ന്. കുറെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് പറഞ്ഞ് പോകാനായിട്ട്, കാരണം ഓരോ കാര്യത്തെക്കുറിച്ച് 1 മണിക്കൂർ വെബിനാർ എടുക്കാനുള്ളതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ടീച്ചിങ് യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ സീസണിലും ഓരോ എക്സാം വരുമ്പോഴും നമ്മൾ അതിന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരെണ്ണം കൊടുക്കാനായിട്ട് ഇപ്പൊ പോകേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇനി മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു അരമണിക്കൂർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെല്ലോ നിങ്ങൾക്ക് അറിയാമായിരുന്നു, അതിനെ ഒന്ന് സ്ട്രെച്ചഡ് ആക്കി കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ, അതായത് 3rd സെമ്മിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ചാൻസിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ എക്സാംസും 4 എക്സാംസും ക്രാക്ക് ചെയ്യുക. ക്രാക്ക് ചെയ്ത് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾ എല്ലാവരും മികച്ച അധ്യാപകരായിട്ട് വരും വർഷങ്ങളിൽ ഇറങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, എല്ലാ ക്വാളിഫിക്കേഷൻസ് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
മിസ്സിലേക്ക് മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു. സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വാളിഫൈ ചെയ്യേണ്ട എക്സാംസ് എല്ലാം പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെറ്റ്, നെറ്റ്, സീറ്ററ്റ് ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം നേടിയെടുക്കുന്നു? എത്ര പേര് ഉറച്ചു വിശ്വസിക്കുന്നു? ആദ്യം അതാണ് ചോദിക്കേണ്ടത്. വിശ്വസിക്കുന്നവരെല്ലാവരും ഒരു തംസപ്പെട്ടെ, എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇനി അടുത്ത സെഷൻ. എല്ലാരും വിശ്വസിക്കുന്നുണ്ടോ? ഒന്നോ രണ്ടോ പേരൊക്കെ തംസപ്പെടുന്നുള്ളൂ. എല്ലാരും വിശ്വസിക്കുന്നില്ല. നേടിയെടുത്തിരിക്കും നമ്മൾ അല്ലെ. കാരണം നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്. എന്താ നമ്മുടെ സ്വപ്നം? നാളത്തെ അധ്യാപകൻ അല്ലെങ്കിൽ നാളത്തെ അധ്യാപികയാവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നം. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊന്ന് അരമണിക്കൂർ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വേൾഡ് ടൂർ പോയിട്ട് വരാം. ഇവിടുന്ന് തന്നെ തുടങ്ങാം അല്ലെ. കേരളത്തിൽ നിന്ന് തുടങ്ങാം, അവിടെ നമുക്ക് തമിഴ്നാട് വഴി അവിടുന്ന് അങ്ങ് പോയി നമുക്കങ്ങ് USA UK പോയിട്ട് നിൽക്കാം. ഓക്കെ, ഡീലല്ലേ? എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് AWESന്റെ, അതായത് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആർമി പബ്ലിക് സ്കൂള് എക്സാം എന്ന് പറയുന്നത്. BEd കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതെല്ലാം വേണം നിങ്ങളിപ്പോ സങ്കല്പിക്കാൻ. ഓക്കെ, BEd കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ആണ് ഇതിനുള്ള ഉത്തരം വരുന്നത്. അപ്പം APS എക്സാം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളായിട്ടാണ് അത് നടക്കുന്നത്. ഇനീഷ്യൽ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ പോലെ തന്നെ ഒരു ഇനീഷ്യൽ എക്സാം ആണ് വരുന്നത്. APS ആർമി പബ്ലിക് സ്കൂളിന്റെ ഒരു ഇനീഷ്യൽ എക്സാം ആണ് വരുന്നത്. ഈ എക്സാം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ്. അതായത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത്രയും ഡൈവർജന്റ് ആയിട്ടുള്ള കാലിബർ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യാ പറയുന്നത് ദാറ്റ് വുഡ് ബി എ ഹെക്ടിക് തിങ്. പാർട്ട് A എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിലോസഫി, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പാർട്ട് B എന്ന് പറയുന്നതും നിങ്ങളുടെ പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. പാർട്ട് C നിങ്ങളുടെ സബ്ജക്ട് ഏരിയയിൽ നിന്നുമുള്ള ചോദ്യമാണ്. നിങ്ങൾ വളരെയധികം വൈബ്രന്റ് ആയിട്ട് എക്സാമിന് അപേക്ഷിച്ചു. ഓരോ വർഷം തോറും, എല്ലാ വർഷം തോറും APS എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയി APS എക്സാമിന് രജിസ്റ്റർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കാം. വേഗം പോയി എക്സാം എഴുതിക്കോളൂ. എക്സാം എഴുതിയോ? കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ എക്സാം എഴുതി എന്നൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ എഴുതി, വെയിറ്റിംഗ് ഫോർ യുവർ റിസൾട്ട്. വേഗം ഫോൺ നോക്കിക്കേ, ഫോണിൽ നിങ്ങളെ റിസൾട്ട് വന്ന് കിടപ്പുണ്ട്. കണ്ടെല്ലാരും that you have successfully passed your APS exam. വെറും ഒരു സ്കോർ കാർഡ് മാത്രമാണോ APS? ഒരിക്കലല്ല. ഇപ്പം നമ്മള് APS എക്സാം ക്രാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. വേറെ ഒരു പരീക്ഷയ്ക്കും നമ്മുടെ പേരിനോടൊപ്പം ആ ഒരു ടൈറ്റിൽ വെക്കാൻ സാധിക്കില്ല. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ APS പാസ്സായ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ പേരിന്റെ കൂടെ കാവ്യ പി, എന്റെ ആ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു ആഡഡ് ആയിട്ട് എനിക്ക് APS എന്ന് വെക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ഒരു എക്സാമിനും വെക്കാനായി സാധിക്കില്ല. നവോദയയുടെ എക്സാമിന് വെക്കാൻ പറ്റില്ല, അതുപോലെയുള്ള ഓൾ അതർ എക്സാംസ് HSSTക്ക് വെക്കാൻ പറ്റില്ല. HSST ആകുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ ആയി, അത് നമ്മുടെ പോസ്റ്റ് ആയി മാറി. വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് വേറെ ഒരു എക്സാമും, നെറ്റും സെറ്റും സീറ്ററ്റും ഒക്കെ നിങ്ങൾക്ക് വെക്കാം. വേറെ ഒരു എക്സാമും നിങ്ങളുടെ പേരിനോട് കൂടി ഈ 3 പദം, അതായത് APS എന്നുള്ള 3 പദം ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് APS ക്രാക്ക് ചെയ്യുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ഈ പരീക്ഷയെ കുറിച്ച് അറിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഒരു സ്കൂളിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോണ സമയത്ത് നിങ്ങളുടെ പേരിനോടൊപ്പം APS വെക്കണോ? അപ്പൊ അവര് ചിന്തിക്കും, ആർക്കും ഇല്ലാത്തൊരു ക്വാളിഫിക്കേഷൻ, യെസ്, യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഈ കാൻഡിഡേറ്റിനുണ്ട്, ദിസ് ഇസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ആൻഡ് ഷീ ഓർ ഹി മസ്റ്റ് ബി പ്ലേസ്ഡ് എന്ന് ചിന്തിക്കും. അതുപോലെയുള്ള ഒന്നാണ് APS എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി, നിങ്ങളെ റിസൾട്ട് വന്നു, ഓടിച്ചെന്ന് ഡൗൺലോഡ് ചെയ്തോളൂ നിങ്ങൾ സ്കോർ കാർഡ് ഇതാ ഇവിടുന്ന്. ഓടണമെന്നില്ല, പതുക്കനെ പോയാൽ മതി. കാരണം എന്താ അറിയോ, 250 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡ് ഇവിടെ വെറും 10 ദിവസം മാത്രമായിരിക്കും കിടക്കുന്നത്. ഇനി നിങ്ങൾ ഒരു 250 രൂപ അടയ്ക്കുകയാണെങ്കിൽ എപ്പോ വേണേ നിങ്ങളെ സ്കോർ കാർഡ് ഈ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധ്യമായിരിക്കും. ഡൗൺലോഡ് ചെയ്തോ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? പല കാൻഡിഡേറ്റ്സും ചോദിക്കുന്നത്, ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കയ്യിൽ പാസ്സായി, സ്കോർ കാർഡ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? അവർക്ക് അറിയില്ല.
നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും വാട്സ് ന്യൂ കോളത്തിന്റെ കീഴിൽ കണ്ണു നട്ട് കാത്തിരിക്കുക. നോക്കിയിരുന്നോ? ഓക്കെ, കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വാട്സ് ന്യൂ കോളത്തിന്റെ കീഴിൽ നോട്ടിഫിക്കേഷൻസ് വരും ഓരോ സ്കൂളുകളിലേക്ക്. അതായത് ഈ സോണിന് കീഴിലുള്ള സ്കൂള് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴാ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. APS ആണ്, നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ഏത് സ്കൂൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഒരു സ്കൂളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു, കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണു? നിങ്ങൾ ആ ലിങ്കിൽ കയറി അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാ ഇതുപോലെ 4 പേജുള്ള ഫോമാണ്. പെട്ടെന്ന് അങ്ങ് ഫില്ല് ചെയ്ത് പണി അങ്ങ് തീർക്കാം അല്ല. എന്താണ് ബേസിക്കലി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയും എന്റെ ടീച്ചർക്ക് തെറ്റില്ല, എന്റെ ടീച്ചർക്ക് ഒരിക്കലും തെറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മൈൻഡിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണത്. ഇംപോസിബിൾ എന്നുള്ള കാര്യത്തെ ഐ ആം പോസിബിൾ എന്നാക്കുന്നത് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ എന്റെ ടീച്ചർക്ക് തെറ്റില്ല എന്നുള്ള ഒരു കോട്ടഡ് നോളജ് എപ്പോഴും നിങ്ങളുടെ തലയിലെ മുകളിൽ ഉണ്ട്. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം, ഒരു തെറ്റും കമ്മിറ്റ് ചെയ്യരുത്. എക്സ്പെഷ്യലി APSന്റെ റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ ഈ ഫോം വളരെ കെയർഫുൾ ആയി ഫില്ല് ചെയ്യുക. ഒരു മൈന്യൂട്ട് എറർ പോലും വരാനായിട്ട് പാടില്ല. ഫില്ല് ചെയ്തോ? എല്ലാവരും ഫില്ല് ചെയ്തോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. അപ്പൊ ആ സ്കൂളിലേക്ക് അങ്ങ് ഇന്റർവ്യൂവിന് പോയിക്കോളൂ. ഹിന്ദി അറിയണോന്നൊരു സംശയം ഉണ്ടോ? ഹിന്ദി അറിയണം എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇവിടെ എവിടെ തന്നെയും പരാമർശിക്കുന്നില്ല. ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ നിങ്ങൾ? ദാറ്റ്സ് എനഫ്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ്, ജസ്റ്റ് ഒരു സാധാരണ രീതിയിലുള്ള ഇന്റർവ്യൂ സെഷൻ ആയിരിക്കും. ഇന്റർവ്യൂ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ദാ വീണ്ടും ഈ വാട്സ് ന്യൂ കോളത്തിന്റെ കീഴിൽ പബ്ലിഷ് ചെയ്യും. വെയിറ്റിംഗ് ഫോർ യുവർ റിസൾട്ട്. നോക്കിക്കേതാ റിസൾട്ട് വന്ന് കിടപ്പുണ്ട്. എന്താണ്? അയ്യോ സാരല്ല, ബാക്കിയുള്ളവര് 10 പേരെ സെലക്ടഡ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പേടിക്കണ്ട. നമുക്ക് പുറത്തൊക്കെ പോയിട്ട്, ഇവിടെയൊക്കെ വേറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സാധ്യതകളും ഉണ്ട്, അതൊക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യാനുള്ളതല്ലേ. ഈ 10 പേര് അവിടെ നിൽക്കട്ടെ. അപ്പൊ അവര് ആ 10 പേർക്കാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി ഒന്നെങ്കിൽ നിങ്ങളെ ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കും. ഇന്ന് സ്കൂളിലേക്ക് വീണ്ടും ഒരു സെഷന് വേണ്ടി പറയും. അവിടെ ഈ 10 പേർ കൂടെ ഒരു ടോപ്പിക് ആയിരിക്കും തരുന്നത്. ഈ ഒരു ടോപ്പിക് ഏറ്റവും ക്രിയേറ്റീവായി ഏറ്റവും ഡൈവർജന്റ് ആയി എടുക്കുന്നത് ആരാണോ അവരായിരിക്കും ടോപ്പ് റാങ്കിൽ വരുന്നത്. ഇനി ടോപ്പ് റാങ്കിൽ വന്നു എന്നുള്ളത് കൊണ്ട് is it guaranteed that you will get your job? No, it is not guaranteed. ടോപ്പ് റാങ്കിൽ വന്നു കഴിഞ്ഞാലും അവിടെ സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ 5 വേക്കൻസി ഉള്ളൂ വെച്ചാല് ആദ്യത്തെ 5 പേരിൽ ആരെങ്കിലും വന്നില്ലെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ അവരെന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ. മാത്രമല്ല വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ, നമ്മളെ കേരള PSC ആ ഏരിയ ആണെങ്കിൽ 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതായത് 2024 ഫെബ്രുവരിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ 2027 ഫെബ്രുവരി വരെയാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതിന്റെ ഉള്ളിൽ വരുന്ന വേക്കൻസി എല്ലാം ആ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് അവകാശപ്പെട്ടതാണ്. ഇതിലേക്കുള്ള എക്സാം 2026 അടുത്ത എക്സാം വിളിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 30th ജാനുവരി 2025 ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 30th ജാനുവരി 2026 വരെ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അതിന്റെ ഉള്ളിൽ വരുന്ന വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ സെഷൻ എന്തായിരുന്നു? ടീച്ചിങ് സ്കില്ല്, ഡെമോ ക്ലാസ് എടുക്കണം അല്ലെ. കൂടാതെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. അതിന് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ PDF PPT ആക്കാനും PPT PDF ആക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, മെറ്റ AI നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് കണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒട്ടും ടെക്നോളജി അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടോ? ഒരിക്കലും കണ്ടുമുട്ടില്ല. സോ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, ബേസിക് കമ്പ്യൂട്ടർ നോളജ് മതി. ആൻഡ് ഇഫ് യു ആർ വെരി പ്രൊഫിഷ്യന്റ്, ഇഫ് യു ആർ വെരി ഗുഡ് ഇൻ ദാറ്റ്, യു ക്യാൻ ക്വാളിഫൈ. അപ്പൊ ഇതാണ് നമ്മുടെ APS എക്സാമിന്റെ ഒരു കാര്യം. ഇതിന്റെ പ്രീവിയസ് എക്സാംസ് അല്ലെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു. എഴുതി അയ്യോ ഇതല്ല എന്ന് പറഞ്ഞാൽ അയ്യോ ഇതല്ല അങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. പക്ഷെ CBT ആക്കുമ്പോൾ എന്താണ് ഫ്രണ്ട്സ്, നമുക്ക് മാറ്റി മാർക്ക് ചെയ്യാം അല്ലെ, ചിന്തിച്ചൊക്കെ ആൻസർ ചെയ്യാം. ടൈം ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. പക്ഷെ നമ്മളെ വിനു സാർ പറഞ്ഞ എക്സാംസ് എല്ലാം തന്നെ നിങ്ങളെ സ്വപ്നത്തിലേക്കുള്ള താക്കോലുകളാണ് അല്ലെ. ഏത് താക്കോല് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എല്ലാ താക്കോലും കയ്യിൽ വെച്ചിരിക്കുകയാണ് എപ്പോഴും ഭദ്രം അല്ലെ. എല്ലായിട്ടും നമുക്ക് നോക്കാമല്ലോ, ഇത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊരു വാതില് പോലെയാ. ആ വാതില് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായി പറ്റും. പക്ഷെ എന്താ പ്രശ്നം? ഒരു വാതിലിന്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു പേർക്ക് അതിന്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പറ്റൂ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതേപോലെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 4 എണ്ണം തെറ്റി 1 മാർക്ക് നഷ്ടപ്പെടും. എല്ലാവർക്കും കൂടെ ഒരു അവസരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല.
ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ്. അതുപോലെ തന്നെ 4 തെറ്റി 1 മാർക്ക് നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. 200 ക്വസ്റ്റ്യൻ ആണ്, 100 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ KVയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ PGT ആണ് അപ്ലൈ ചെയ്തെങ്കിൽ PGക്ക് 50%, B.Edന് 50%, ഗ്രാജുവേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ TGTക്ക് 50%, B.Edന് 50%, PRTക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷന് 50%, DELന് 50% മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. സബ്ജക്ട്സ് ഏതൊക്കെയാ ചോദിച്ചാൽ, ഇപ്പൊ PGTയുടെ ഏരിയ ആണെങ്കിൽ അക്കൗണ്ടൻസി, ബയോളജി, ബയോടെക്നോളജി, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് കോർ, ഫൈൻ ആർട്സ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി ആണുള്ളത്. TGTയുടെ മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TGT കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ്, സയൻസ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് ആണ് ഉള്ളത്. PRTയുടെ ഏരിയയിലേക്ക് കടന്നാൽ ഫിസിക്കൽ എഡ്യൂക്കേഷനും വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പം ഇത് ഇനി ഞാൻ പറഞ്ഞൂലേ, നമ്മുടെ പേരിനോടൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് APS. അപ്പൊ മിസ്സേ ഇതിന് വാലിഡിറ്റി ഉണ്ടോ? ഒരു വാലിഡിറ്റിയും ഇല്ല. അതായത് ഇത് ലൈഫ് ലോങ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ APS സ്കോർ കാർഡ് കിട്ടിയെന്ന് വിചാരിക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 വർഷം ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യണം എന്നൊരു കണ്ടീഷനേ ഉള്ളൂ. എക്സ്പെഷ്യലി ഈ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് 9 മാസം ഒക്കെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത്, ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബ്രേക്ക് എടുക്കുക, അതുപോലെ ഹസ്ബൻഡിന്റെ കൂടെ പോവുക, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ആ സ്കൂൾ വിട്ട് വേറെ സ്കൂളിലേക്ക് പോകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വർഷം, ഈ 3 വർഷം തികയ്ക്കാൻ ബാക്കി എത്രയാണോ ഉള്ളത് അത്രയും കൂടെ വർക്ക് ചെയ്താൽ മതി. APS സ്കോർ കാർഡ് എന്തായി? വാലിഡ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ, ഐ റിപ്പീറ്റ് ഇറ്റ്, പല കാൻഡിഡേറ്റ്സിനും അറിയാത്തൊരു കാര്യമാണ്, നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒന്നാണ് APS എന്ന് പറയുന്നത്. ഓൾ സെറ്റ്. ബാക്കിയുള്ളവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള അവസരമാണ് കേന്ദ്രീയ വിദ്യാലയ എക്സാം. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. 2018 എല്ലാ വെബിനാറിലും ഞാൻ പറയണം, ബിക്കോസ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. 2018 എക്കണോമിക്സിന്റെ KVയുടെ എക്സാം നടന്നു. അന്ന് ടോപ്പായി വന്ന കുട്ടിക്ക് 138 മാർക്കായിരുന്നു 150. ഞങ്ങൾ എല്ലാവരും, ഒബ്വിയസ്ലി എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പൊ ഞങ്ങളുടെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ എല്ലാവരും പറഞ്ഞു, ഇത് ഒപ്പിയടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ചെയ്തതായിരിക്കാം. പക്ഷെ ആ കാൻഡിഡേറ്റിന്റെ ഇന്റർവ്യൂ വന്നു യൂട്യൂബില്. ഞങ്ങൾ എല്ലാവരെയും ഒരുപാട് ചിന്തിപ്പിച്ച ഒന്നായിരുന്നു. എൻട്രിയിലൊക്കെ കയറുന്നതിന് മുമ്പാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 2018 അപ്പൊ അതിലെന്താ പറഞ്ഞ വെച്ചാ, ഞാൻ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി 2 വർഷമായി കാത്തിരിക്കുന്നു, 2 വർഷമായി പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളൊക്കെ എങ്ങനെയാ, ഞാൻ ഉൾപ്പെടെയുള്ളവരെങ്ങനെയാ, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നാണ്. പക്ഷെ ആ കാൻഡിഡേറ്റ് 2 വർഷമായി അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്യാണ്. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. KVയുടെ എക്സാം ട്രിം പോയിന്റിൽ നിൽക്കാണ്, എപ്പോ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്തായിരിക്കാം KVയുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എനിക്കൊരു ചാൻസ് മിസ്സായി, ഞാൻ ആഗ്രഹിച്ചൊരു പൊസിഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമത്തോടു കൂടി മുന്നേറണോ, അതോ ഞാൻ ആഗ്രഹിച്ച പോലെ പഠിച്ചിറങ്ങി എന്റെ കോളേജിനൊരു അഭിമാനമാകുന്ന രീതിയിൽ ഞാൻ ക്രാക്ക് ചെയ്തു, എപ്പോഴും പറയാൻ പറ്റുന്ന രീതിയിൽ എന്റെ പേര് തങ്കലിപികളിൽ എഴുതി പറ്റാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പഠിച്ചിറങ്ങിയ ഉടനെ ക്വാളിഫിക്കേഷൻ എക്സാം പാസ്സാവാൻ പറ്റി, അതുപോലെ തന്നെ ഞാൻ ഇന്ന ജോലിയിൽ പ്രവേശിച്ചു, ഇത്ര ഏജിൽ ഞാൻ പ്രവേശിച്ചു. എത്ര വർഷത്തെ സർവീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരുപാട് കാലത്തെ സർവീസ് നിങ്ങൾക്ക് കിട്ടും. PGT, TGT, PRT പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് KV അണ്ടർടേക്ക് ചെയ്യാറുള്ളത്. മാത്രമല്ല നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കും കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സാമിനേഷൻ മോഡ് ഓൺലൈൻ ആണ്. PGTക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ PGക്ക് 50% മാർക്ക്, B.Edന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. CTET 2 ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. TGT ആണെങ്കിൽ ഗ്രാജുവേഷനും നിങ്ങൾക്ക് 50% മാർക്ക്, B.Edന് 50% മാർക്ക്. ഇനി PRT ആണെങ്കിൽ CTET പേപ്പർ 1 നിർബന്ധമായിട്ടും ക്വാളിഫൈ ആണ്. അപ്പൊ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പം CTET നിങ്ങൾ പേപ്പർ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ, B.Edന് 50% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് എക്സാമിന് അപ്ലൈ ചെയ്യാനായി സാധിക്കും. എക്സ്പെഷ്യലി ട്രാവൽ ചെയ്യാനൊക്കെ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചൂസ് ചെയ്യായിട്ടുള്ള ഒന്നാണ് KVയുടെ എക്സാം. ഇനി എപ്പോഴും B.Ed എടുക്കുന്ന അധ്യാപക മോഹം ഉള്ള മനസ്സും പേറി നടക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് HSST എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. പക്ഷെ നിർഭാഗ്യവശാൽ HSSTയും HSAയും ലയിപ്പിക്കാൻ പോവാണ്. നമുക്കറിയില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് HSST അതായിരിക്കാം ഒരു പക്ഷേ HSST HSA ലയനത്തിന് മുമ്പുള്ള അവസാനത്തെ HSST എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ HSST
ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതായത് +1 +2 പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെ ഗവൺമെന്റ് സ്കൂളിൽ, അങ്ങനെ ചിലപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് HSST ആവുക. ആ ഒരു ആഗ്രഹം പിന്നെ സഫലാവോ? സഫലാവില്ല അല്ലെ. അപ്പൊ ലയനം സംഭവിച്ചിട്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സെറ്റ് ക്വാളിഫിക്കേഷനോട് കൂടി നിങ്ങൾ ഇറങ്ങി, അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആണ് HSST. 100 റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? പോസ്റ്റിംഗ് കിട്ടിയിരിക്കും. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിങ്ങോട് കൂടി തന്നെയാണ് HSST എക്സാമും കണ്ടക്ട് ചെയ്യുന്നത്. LP-UP എക്സാം. അപ്പൊ പല കാൻഡിഡേറ്റ്സും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, LP-UPക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ മിസ്സേ. പക്ഷെ ഞങ്ങൾ പറയും LP-UP എക്സാം ഇപ്പം എൻട്രിയിലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് യാതൊരു രീതിയിലുള്ള പ്രൊമോഷന് വേണ്ടി വന്നല്ല. എൻട്രിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. LP-UPയുടെ മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഓൺലൈനും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ടും കൊച്ചിയിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് പറയുക അവരുടെ മാർക്ക് 78, 80, 85 ഒക്കെയാണ് മാർക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എത്ര മാത്രമായിരിക്കും അവര് പഠിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പൊ അത് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ഈസി ആണെങ്കിൽ അതുകൊണ്ടായിരിക്കാം മാർക്ക് കിട്ടിയത്. നോ, അത്രയും കോമ്പറ്റീഷൻ ആണ്. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് വരുന്ന, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒന്നാണ് LP-UP എക്സാം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നതാണ് LP-UP എക്സാം. അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി സെക്ഷനിലേക്ക് നിങ്ങളെപ്പോലെ യങ്, ഡൈവേർജന്റ് ആൻഡ് കാലിബർ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് LP-UP എക്സാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിങ്ങോട് കൂടി തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത നമ്മളുടെ HSA, ഹൈസ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയും. ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈസ്കൂൾ സോഷ്യൽ സയൻസ്, HSA സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ വന്ന് ഇരിക്കുന്ന സമയത്താണ് HSA സോഷ്യൽ സയൻസ് മാത്രമാണ് ഇനി എന്ന് വരും എന്നുള്ള ചോദ്യത്തിന് വിരാമം ഇട്ട് മിക്കവാറും ഈ ഒരു വർഷം തന്നെ പകുതിയോടുകൂടി വരും എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. HSA HSST ആണ് ലയിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. HSAയിൽ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അല്ലെ. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. 2018 നമ്മൾ നിൽക്കുമ്പോൾ ആലോചിച്ചില്ല ലയനം വരുമെന്ന്, ഒരു തസ്തിക നിർണയം ഹയർ സെക്കൻഡറി ലെവലിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സോ എവറിത്തിങ് ഇസ് ബിയോണ്ട് അവർ കൺട്രോൾ. എത്ര പെട്ടെന്ന് മക്കളെ സർവീസിൽ കയറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കയറുക എന്നാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ കാൻഡിഡേറ്റ്സിനോട് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. നാളെ എന്താണ് സംഭവിക്കാൻ പോണത്, തൊട്ടടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് പോലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് നേരത്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ഗുഡ്. അതിനെന്ത് വേണം? നമ്മുടെ കയ്യിൽ ആ താക്കോലുകളെല്ലാം വേണം അല്ലെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് വിത്ത് നെഗറ്റീവ് മാർക്കിംഗ്. അടുത്തത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ അധികം വ്യത്യാസമായിട്ടുള്ള ഒരു പരീക്ഷയാണ് നവോദയ വിദ്യാലയം. ട്വിസ്റ്റ് ഉള്ള ഒരു എക്സാം ആണത്. അതെന്താണ് ഈ ട്വിസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നവോദയ വിദ്യാലയം നമുക്കറിയാം കൂടുതലും റൂറൽ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹിന്ദി അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസി ആയിട്ടുള്ള ഒന്നാണ് നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത്. 2 കാറ്റഗറിയിലേക്ക് വിളിക്കുക. അപ്പൊ TGT ആണെങ്കിൽ ഗ്രാജുവേഷൻ സീറ്ററ്റ് BEd ഉണ്ടാവണം, PGT ആണെങ്കിൽ PG BEd സീറ്ററ്റ് ഉണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? പേ സ്കെയില് 47,600 മുതൽ 1,51,100 വരെയാണ്. ഇവിടെ ഏജ് ഒരിക്കലും 40 വയസ്സിൽ കൂടാൻ പാടില്ല. എന്നിരുന്നാലും കൺസെഷൻ ഉണ്ട്. ഇപ്പൊ OBC ആണെങ്കിൽ 3 വർഷത്തെ കൺസെഷൻ ഉണ്ട്, വിമൺ ആണെങ്കിൽ 10 വർഷം. ഇനി പേഴ്സൺസ് വിത്ത് ഡിസേബിൾഡ് ആണെങ്കിൽ അവിടെ 15 വർഷം SC ST, OBCക്ക് 13 വർഷം, ജനറലിന് 10 വർഷം. ഇത്രയും കൺസെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. 150 ചോദ്യമാണ് വരുന്നത്. ഇവിടെ എവിടെയാണ് മിസ്സേ ട്വിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇനിയാണ് ഫ്രണ്ട്സ് ട്വിസ്റ്റ് വരാൻ പോണത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാ വെച്ചാൽ ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 20 ചോദ്യം 20 മാർക്ക്, നോളേജ് ഓഫ് ICT 10 ചോദ്യം 10 മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യം 10 മാർക്ക്, നിങ്ങളുടെ സബ്ജക്ട് 80 ചോദ്യം 80 മാർക്ക്, മൊത്തം 130 ചോദ്യം 130 മാർക്കാണ് വരുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷും അതേപോലെ തന്നെ 10 മാർക്ക് ഹിന്ദിയുമാണ്. 20 മാർക്കില് 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ ഈ ഏരിയ എത്രത്തോളം നന്നായി എഴുതിയാലും അവർ ഇവാലുവേറ്റ് ചെയ്യില്ല. നല്ല ട്വിസ്റ്റ് അല്ലേ വന്നിട്ടുള്ളത്. നവോദയക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണത്. നിങ്ങൾ ഈ പേപ്പറിൽ 8 മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഏരിയ ഒന്നും അവർ ഇവാലുവേറ്റ് ചെയ്യില്ല. ഇതുകൊണ്ടാണ് പല കാൻഡിഡേറ്റ്സിനും നവോദയ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇത് PGTയുടെ അവസ്ഥയാണ് കേട്ടോ. ഇനി നമ്മള് PGTന്റെ ഏരിയയിലേക്ക് കടന്ന ജനറൽ അവയർനെസ് 10 ചോദ്യം 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 10 ചോദ്യം 10 മാർക്ക്,
നോളേജ് ഓഫ് ICT 10 ചോദ്യം 10 മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യം 10 മാർക്ക്, നിങ്ങളുടെ സബ്ജക്ട് 80 ചോദ്യം 80 മാർക്ക്, മൊത്തം 120 ചോദ്യം 120 മാർക്ക്. ഇനിയും ഉണ്ട് ടെസ്റ്റ്. ഇവിടെ എന്താ വെച്ചാൽ 30 നമ്മുടെ ക്വാളിഫയിങ് മാർക്ക്, 15 വരുന്നത് ഇംഗ്ലീഷും 15 മാർക്ക് ഹിന്ദിയാ. ഈ 30-ല് 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾ ഈ ഏരിയ ഇവാലുവേറ്റ് ചെയ്യില്ല, അത്രേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, അതൊരു വലിയ പ്രശ്നം തന്നെയാ അല്ലെ? കാരണം ഇവിടേക്ക് നമ്മൾ നല്ലോണം സ്കോർ ചെയ്യും, പക്ഷെ ഈ മേഖലയാണ് നമുക്ക് വീക്കായി പോണത്. അപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ 70% മാർക്കും ഇന്റർവ്യൂയുടെ 30% മാർക്കും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അവർ ജോബ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് മടുത്തിരിക്കുകയാണ്, അയ്യോ ഞങ്ങൾ ഇവിടെ ആരും നിൽക്കുന്നില്ല, PSC ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക്, നവോദയയിലാണെങ്കിൽ ഹിന്ദി വേണം, ആകെ അങ്ങോട്ട് പെട്ടു, APS ആണെങ്കിൽ 1 വർഷമേ ഉള്ളൂ, ഞങ്ങൾ നാട് വിടാൻ പോവാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഓപ്ഷൻ. അതായത് നമുക്ക് അബ്രോഡിലേക്ക് പോകാം. മാക്സിമം നമുക്കിവിടെ അവസരങ്ങളുണ്ട്, ഇവിടുത്തെ അവസരങ്ങളെ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. പക്ഷെ ചില ആൾക്കാര്, ചില കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ബേസിക്കലി BEd പഠിക്കുന്ന തന്നെ അബ്രോഡ് പോകണം എന്നുള്ള മോഹം പേറിക്കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇത് പറയാനുള്ളത്. അബ്രോഡ് പോവാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് ഡൽഹി, ഒന്ന് നിങ്ങൾക്ക് ദുബായ് ഓപ്ഷൻ എടുക്കാം, അതുപോലെ തന്നെ മാൽദീവ്സ് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷനാണ് USA, UK, കാനഡ, ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. ഇപ്പൊ ന്യൂസിലാൻഡും വരുന്നുണ്ട്, അത്ര പോപ്പുലർ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ദുബായിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നോർക്കയാണ് റിക്രൂട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ നോർക്ക റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അവർ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ ഇവര് ഈ വേക്കൻസി ലിസ്റ്റ് പോസ്റ്റ് ചെയ്യും. അത് കണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ വെച്ചിട്ടാണ് സാധാരണയായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കാറുള്ളത്. ബൾക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ട് നിങ്ങൾ പോകും. 10 പേരാണ് ബോർഡിൽ ഉണ്ടാവുക. അവിടെ വെച്ചിട്ട് നിങ്ങളോട് സൈക്കോളജി, ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിനെ ആൻസർ ചെയ്യുന്നു. അപ്പം തന്നെ അവർ പ്ലേസ്ഡ് ആണോ അല്ലേ എന്ന് പറയും, സെലക്ടഡ് ആണോ എന്ന് പറയും. സെലക്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും വെച്ചാൽ ഒരാഴ്ച മാക്സിമം 2 വീക്ക് ട്രിവാൻഡ്രം, എറണാകുളം, ചിലപ്പോൾ തൃശ്ശൂർ വെക്കാറുണ്ട്. അത് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അനുസരിച്ച്. പിന്നെ കോഴിക്കോട്, ഇത്രയും ഏരിയയിൽ വെച്ചിട്ടാണ് ഒരു ഡെമോ ക്ലാസ്സിന് വിളിക്കും. ഇന്റർവ്യൂവും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഡെമോ ക്ലാസ്സിന് വിളിക്കും. ഈ ഡെമോ ക്ലാസ് ഒരു സ്കൂളിൽ വെച്ച് അവർ സെലക്ട് ചെയ്യുന്ന ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും, ആ സ്കൂളിൽ അധ്യാപിക ഉണ്ടാവും, അധ്യാപകനോ അധ്യാപികയോ ആരാച്ച ഉണ്ടാവും. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന നിംസ്, ജെംസ് പോലെയുള്ള സ്കൂളുകളിൽ നിന്നാണ് റിക്രൂട്ട്മെന്റിന് വരിക. അവിടുത്തെ VPയും ക്ലാസ്സിൽ വന്നിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, ഇന്ററാക്റ്റീവ് മോഡായിരിക്കും, സാധാ ക്ലാസ് എടുക്കുക. ഇനി എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത് വെച്ചാൽ 5 മുതൽ 10 വരെയുള്ള നിങ്ങളെ സബ്ജക്ട് ഏരിയ, അപ്പൊ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, സയൻസ് ആണെങ്കിൽ സയൻസ്, മാത്തമാറ്റിക്സ് ഏരിയ ഏതാച്ചാ ആ ഏരിയ പഠിച്ചിട്ട് പോവാ. ക്ലാസ് നല്ല വൃത്തിക്ക് അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം യു ബി സെലക്ടഡ്, നല്ല വൃത്തിയായിട്ട് നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് അത് എടുക്കാൻ അറിയാലോ, ബിക്കോസ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നവരുമാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഒരു സൂം ഇന്റർവ്യൂവിന് വിളിക്കും. ഈ സൂം ഇന്റർവ്യൂവിലാണ് എക്സ്പെഷ്യലി അവിടുത്തെ അറബിയൊക്കെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. VP കാണും, പ്രിൻസിപ്പൾ കാണും, അവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വീണ്ടും എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു 2019 അങ്ങനെ എന്തോ ഒരു ടൈം പീരീഡിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാനൊന്നും സാധിച്ചിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സുകൾ എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല, നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം റെഫർ ചെയ്ത് പഠിച്ചിട്ടാണ് പോകുന്നത്. അവിടുത്തെ എന്താണ് കോൺസെപ്റ്റ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അവിടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൽ 1-2 ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഐ വോണ്ട് ബി സെലക്ടഡ് എന്ന് വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞു. അപ്പം ഉത്തരം പറയുക, നമ്മൾ പൂർണ്ണമായി ഉത്തരം പറയുക എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടന്റ്. നമുക്ക് അറിയാത്ത കാര്യത്തിൽ ജസ്റ്റ് നമ്മളൊരു ഗസ് വർക്ക് നടത്താതെ അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. ആ കോൺഫിഡൻസ് ആണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് ആണ് കോൺടാക്ട് ചെയ്യുക. അവർ സാലറി നെഗോസിയേഷൻസ് പറയും. ഒരു പ്രശ്നമുണ്ട്, അതായത് ആദ്യത്തെ 2 മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 3 മുതൽ 3.5 ലക്ഷം വരെ സാലറി കിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ്സ് അവിടെ മേടിച്ചു വെക്കും. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ അവിടെ തരുള്ളൂ. ഫുഡും തരും. നിങ്ങൾക്ക് ട്രാവൽ ഒന്നും തരില്ല. 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ഒരു പെർമനന്റ് ആയാൽ, ഈ പീരീഡിന് ഒരു പ്രൊബേഷൻ പീരീഡ് എന്നാ പറയാ, 2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെർമനന്റ് ആയി കഴിഞ്ഞാല്
അവര് ബേസിക്കലി എന്ത് തരും വെച്ചാൽ നിങ്ങൾക്ക് 3.5 മുതൽ 4 ലക്ഷം വരെ തരും. സ്പൗസിനെ കൊണ്ടുപോവാ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തിരിച്ചു തരും. സ്പൗസിന് ജോലി, സ്പൗസ് മീൻസ് കല്യാണം കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, സ്പൗസിന് ജോലി തരും. കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, മെഡിക്കൽ അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അങ്ങനെയുള്ള എല്ലാ അലവൻസുകളോടുകൂടി യു വിൽ ഗെറ്റ് യുവർ പ്ലേസ്മെന്റ്. ഇതാണ് ദുബായ്. മാൽദീവ്സിന്റെ ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് മാൽദീവ്സ് സെയിം പ്രോസസ്സിലൂടെയാണ് റിക്രൂട്ട്മെന്റ്. 6 മാസം കൂടുമ്പോഴാണ് റിക്രൂട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സെയിം പ്രോസസ്, നത്തിങ് എൽസ്. സേവിങ്സ് ഒക്കെ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസി ആയിട്ടുള്ളത് മാൽദീവ്സ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ എക്സ്പെൻസസ് ഇല്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ USA, UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ ആണ്. ജർമ്മനി ഞാനൊന്ന് ഐസൊലേറ്റ് ചെയ്യാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ജർമ്മനിയിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും കൂടെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അധ്യാപകരാവാൻ പറ്റുള്ളൂ. USA, UK ഞാൻ വീണ്ടും ഒരു കാറ്റഗറൈസ് ചെയ്യാണ്, കാരണം വളരെ എക്സ്പെൻസീവ് ആണ്. 38 lakh നിങ്ങൾക്ക് ഇൻകം ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ, കല്യാണം കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റൂ. ഇഫ് യു ആർ ഇൻഡിപെൻഡന്റ് ദെൻ നോ പ്രോബ്ലം. നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷെ അവിടെ എക്സ്പെൻസസ് കുറച്ച് കൂടുതലാണ് വരുന്നത്. പിന്നെ ഉള്ളത് കാനഡ, ഓസ്ട്രേലിയ. USA, UK പ്രിഫർ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് നിങ്ങളെ സ്റ്റഡി പർപ്പസസിന് പോവുക, അല്ലെങ്കിൽ PR എടുത്തിട്ട് പോവാം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒന്നുണ്ട്. IELTS എന്ന് പറയും, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ്. ഇങ്ങനെ 4 ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു പരീക്ഷ. ഇപ്പൊ എൻട്രിയിലൊക്കെ അതിന്റെ കോഴ്സസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റണ്ണിങ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഏരിയകളിൽ ഇപ്പൊ IELTS ഭയങ്കര അധികം ഫ്ലറിഷ് ചെയ്ത് വരികയാണ് അല്ലെ. എല്ലാരും പറയണ ഇവിടെ ജോലി ഇല്ല എന്നാ. അപ്പൊ നിങ്ങൾ പറയണം ഇവിടെ ഇത്രയും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സാധ്യതകൾ ഉണ്ട്, ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ഇവിടെ സ്റ്റഡി പർപ്പസസിന് വേണ്ടി നിങ്ങൾ പോവുക, അതായത് ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. അതായത് IELTS എഴുതി കഴിഞ്ഞാൽ ഒരു സ്കോർ കാർഡ് നിങ്ങൾക്ക് കിട്ടും. അതിന് 2 വർഷത്തെ കാലയളവാണ് ഉള്ളത്. 7 മുതൽ 7.5 വരെയാണ് നിങ്ങൾക്ക് IELTS സ്കോർ കാർഡ് വേണ്ടത്. PR ആണെങ്കിൽ 8 മുതൽ 8.5 വരെയാണ് വേണ്ടത്. ഫണ്ട് നമ്മൾ കയ്യിൽ എമൗണ്ട് വെക്കുന്ന കാര്യം ചോദിച്ചാൽ, സ്റ്റഡി പർപ്പസസിനാണെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് 25 lakh പ്ലസ് കോഴ്സ് ഫീ വേണം. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നിങ്ങൾ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെങ്കിൽ എക്കണോമിക്സ് തന്നെ എടുത്ത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പറ്റില്ല, വേറെ സബ്ജക്ട് വേണം എടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് 2 വർഷത്തെയെങ്കിലും സ്റ്റേ ബാക്ക് ഉള്ള കോഴ്സ് എടുക്കുക. കാരണം ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ വേണം നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ. പെട്ടെന്ന് ജോലി കിട്ടുമോ ചോദിച്ചാൽ 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടും. അതുകൊണ്ട് നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, എന്ത് ജോലി എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യനബിൾ തിങ്. ഇനി PR എടുത്തു പോണേ 25 ലക്ഷം മാത്രം മതി. നിങ്ങൾക്ക് ഹസ്ബൻഡ്, വൈഫ്, കുട്ടി ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ ജനറലി ചോദിക്കുന്നതാണ്, USA, UK നിങ്ങളിപ്പം ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ ഇതൊക്കെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടീച്ചേഴ്സിനെ UK വിളിക്കുന്നു, ടീച്ചേഴ്സിനെ USA വിളിക്കുന്നു. നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടു കാണും. അത് ശരിയല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് USA-ലോ UK-ലോ ഡയറക്റ്റ് ടീച്ചിങ് പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മോണ്ടിസോറി കോഴ്സ്, ഇപ്പൊ എൻട്രി ആണെങ്കിലും അതുപോലെ പല ഏരിയകളിലും നിങ്ങൾക്ക് മോണ്ടിസോറി കോഴ്സുകൾ അവൈലബിൾ ആണ്. അത് USA, UK റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മോണ്ടിസോറി കോഴ്സസ് എടുക്കാം. അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. ഡിപ്ലോമ 10 മാസം, പോസ്റ്റ് ഗ്രാജുവേറ്റ് വരുന്ന 12 മാസം. വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ ആയിട്ട്, ഇപ്പൊ ഞാൻ PG DMT ചെയ്തൊരു കാൻഡിഡേറ്റ് ആണ്, ഞാൻ PG DMT ചെയ്തൊരു വ്യക്തിയാണ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വീട്ടിലിരുന്നാണ് ഞാനത് ചെയ്തത്. വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ PG DMT കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ NRED ആണ് ചെയ്തത്. PG DMT ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ USA, UK റിക്കഗ്നൈസ്ഡ് ആണ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ USA, UK-ലേക്ക് പോയാൽ എനിക്ക് മോണ്ടിസോറി അധ്യാപികയായിട്ട് പ്രവേശിക്കാം. അവിടെ നിന്നും എനിക്ക് ഹയർ സ്റ്റേജസിലേക്ക് പോവാം. നമ്മൾ BEd പഠിച്ചത് എന്താണോ അത് തന്നെയേ മോണ്ടിസോറിയിൽ പഠിക്കുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ കൂടുതലായിട്ട് പഠിക്കുന്നില്ല. അത്രയും ഓതന്റിക് ആയി പറയാൻ ഞാൻ BEdും ചെയ്തു, മോണ്ടിസോറിയും ചെയ്തുകൊണ്ടാണ്. BEd വലിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, അതിന്റെ ഒരു നട്ഷല് മാത്രമേ നമുക്ക് മോണ്ടിസോറിയിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ മോണ്ടിസോറി കോഴ്സ് വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണ്ടിസോറി അധ്യാപകരെ, അതായത് LKG, UKG അങ്ങനെയുള്ള സെഷനിലേക്ക് അവർക്ക് ജൂനിയർ KG അതുപോലെ തന്നെ ഹയർ KG അങ്ങനെയാണ് പറയുക. അപ്പൊ അങ്ങനത്തെ ഏരിയയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അവിടുന്ന് പിന്നെ ടെഫിൽ എഴുതണം. ടെഫിൽ എന്ന് പറഞ്ഞാൽ അവിടെ പോയി എഴുതാം, ഇവിടുന്ന് എഴുതണ്ട. അവിടെ പോയി, ഏത് രാജ്യത്താണ് പോണേ അവിടെ പോയി ടെഫിൽ എഴുതുക. അവിടുന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പ്രവേശിക്കാം. അപ്പൊ ഇതാണ് അങ്ങ് വേൾഡ് ടൂർ ഉള്ളത്.
ഇനി ഒരു സ്ഥലത്തും പോകാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ കുടുംബത്തിനോടൊപ്പം എന്റെ വീട്ടിൽ തന്നെ ഇരിക്കണമെങ്കിൽ. ഞങ്ങളൊക്കെ അങ്ങനെയാണെന്നേ. ഞങ്ങളൊക്കെ ഓൺലൈൻ ഫാക്കൽറ്റീസ് ആണ്. എൻട്രി പോലെയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽ, ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ആപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ക്വാളിഫിക്കേഷൻ. നമ്മൾ ഒരാളുടെ മുമ്പിൽ തല പൊലിക്കാൻ പാടില്ല അല്ലെ. നമുക്ക് എന്താണ്, നമുക്കൊരു സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം? നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തൊരു സ്വപ്നം. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ എല്ലാ വെബിനാറിലും ഞാൻ കോട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള താക്കോലാണ് നെറ്റ്, സെറ്റ്, സീറ്റ്, കേറ്റിട്ട്, APS മുതലായിട്ടുള്ള ഓൾ ടെറ്റ്സ്. അതെല്ലാം ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഇല്ലെങ്കിൽ ഞാനത് നേടിയെടുക്കും. പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ കോളേജില് നല്ലൊരു പേര്, അതായത് ഇന്ന കാൻഡിഡേറ്റ് അല്ലെ ഇന്ന കുട്ടി പഠിച്ചിറങ്ങി ഉടനെ തന്നെ പ്ലേസ്മെന്റ് ആയി, ഞങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഫ്യൂച്ചറില് നമ്മുടെ പേര് ലിപികളിൽ, തങ്കലിപികളിൽ എഴുതി വെക്കാൻ പാകത്തില് അത് ക്രിയേറ്റ് ചെയ്യുന്നവരാവും നിങ്ങള് ഓരോരുത്തരും എന്ന് ഉറച്ച് വിശ്വസിക്കാം. അത് ആവാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നേരുന്നു. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് ടീം എൻട്രി. സോ ദ ഫ്ലോർ ഇസ് ഓപ്പൺ ടു യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പം ചോദിക്കാവുന്നു. യൂസ്ഫുൾ ആയിരുന്നോ എന്ന് പറയാം, ഫീഡ്ബാക്ക് പറയാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണോ എല്ലാവർക്കും? ഫീഡ്ബാക്ക് പറയാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ക്രാക്ക് ചെയ്യുവോ? എല്ലാരും പറയണം. താങ്ക് യു മാം, നല്ല എനർജറ്റിക് ആയിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. മാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. ഗൂഗിൾ ഫോംസ് ചാറ്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടും, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ. ഹലോ മാം. ഹലോ. യെസ് പറഞ്ഞോളൂ. രജീഷ്, കൊമേഴ്സിന്റെ അധ്യാപകനാണ്. സർ പറഞ്ഞോളൂ സർ. ജനറൽ ഒരു ഡൗട്ടാണ്. ഇപ്പൊ നമ്മളല്ലേ ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇപ്പൊ പുതിയ ജനറേഷൻ ഒക്കെ വന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ പുതിയ ഇപ്പം ഹയർ സെക്കൻഡറി ലെവലൊക്കെ ആണെങ്കിൽ കുട്ടികളെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഒരു പ്രോബ്ലം ആയിട്ട് ഇപ്പം വരുന്നുണ്ട് കുട്ടികളെ. ഇപ്പം നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന കുട്ടികൾക്ക്. അപ്പൊ അതിൽ എന്ത് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം, ഏത് മെത്തേഡ് ഉപയോഗിക്കാം, ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എങ്ങനെ ആ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാന്നുള്ളത് മാഡത്തിനൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്താന്നുള്ളത്? ഷുവർ സർ, ഷുവർ. ഞാൻ ആക്ച്വലി HSST അധ്യാപികയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷത്തോളമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് കുട്ടികളുമായി ഡയറക്റ്റ് കോണ്ടാക്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം വലിയ ഇഗ്നോ അങ്ങനത്തെ ബേസിസിലാണ് പഠിപ്പിച്ചത്. എന്നിരുന്നാലും എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആണ് സർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇന്നാക്റ്റീവ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടിയിലേക്ക് കൂടി എന്റെ കണ്ണെത്തുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ ആ കുട്ടി അവിടെ എന്ത് ചെയ്യില്ല, അവൻ അവിടെ ബഹളം ഉണ്ടാക്കില്ല, ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താ, അവനെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കും. അവനെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ അവിടെ വെച്ചിട്ട് ബഹളം വെക്കും. അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് പൊസിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പലതരത്തിൽ ടെക്നോളജീസ് ഉപയോഗിക്കാം, പവർ പോയിന്റ് റെപ്രസെന്റേഷൻസ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ എല്ലാം അവൈലബിൾ ആണ്, എല്ലാവരും ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ബോർഡ് ഉപയോഗിച്ച് കുട്ടികളെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാം. അതല്ല ശരിക്കും വേണ്ടത്. നമുക്ക് ഇന്ററാക്റ്റീവ് ബോർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്തും നമ്മുടെ അധ്യാപകർ നമ്മളെ വളരെയധികം കെയർഫുൾ ആയി ഒരു കുട്ടി പോലും ശബ്ദമുണ്ടാക്കാതെ ആ ക്ലാസ് ഇരുന്ന് ശ്രവിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ശ്രവിച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ദ ടീച്ചർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതായത് അധ്യാപിക ഒരിക്കലും ടേബിളിന്റെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ടേ പഠിപ്പിക്കുള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മൂലയിലും ഇരിക്കുന്ന, ഓരോ കോർണറിലും ഇരിക്കുന്ന കുട്ടികളിലേക്ക് എത്തിച്ചേരുക കണ്ണുകൾ കൊണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റൊട്ടേറ്റിംഗ്. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടികളിലേക്കും എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുട്ടി പോലും ക്ലാസ്സിൽ അങ്ങനെയില്ല. ഒരു കുട്ടി പോലും നമ്മൾ ചോദിക്കാത്ത ഉത്തരത്തിന് മറുപടി തരില്ല. അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, താങ്ക് യു മാഡം. അത് കുട്ടികൾക്ക് ഒരു കേൾക്കേണ്ടതാണ്. അവര് ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അത് അവർക്കൊരു ടിപ്സ് ആയിരിക്കും. താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ സോൾവ് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ റെഫർ ചെയ്തിട്ടാണെങ്കിലും പറഞ്ഞു തരാം. എല്ലാവരും മാക്സിമം എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് എഴുതിയെടുക്കാൻ സമയം, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും എഴുതിയെടുക്കാം. ഫ്രം ദ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആണ് പറയുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുമോ ആ എക്സാംസ് എല്ലാം നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതാം, നിങ്ങൾക്ക് HSST എഴുതാം, നിങ്ങൾക്ക് HS എഴുതാം, നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. എല്ലാ റാങ്ക് ലിസ്റ്റിലും വരുന്നു. ആൻഡ് യു ബിക്കം കൺഫ്യൂസ്ഡ് ഏതിൽ ജോയിൻ ചെയ്യണമെന്ന്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു. LP UP എഴുതാം, നിങ്ങളുടെ ഇഷ്ടമാണ് വരുന്നത് അല്ലെ. സോ അതുകൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ ഇപ്പൊ തന്നെ. നമ്മുടെ സാറൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സാറാണ്, എനിക്ക് മനസ്സിലാവുന്നു. അപ്പം സാറിന്റെ ഒക്കെ കീഴില്, മാമിന്റെ ഒക്കെ കീഴില് നിങ്ങൾ പഠിക്കാൻ പറ്റിയത് തന്നെ വലിയ അവസരമാണ്. അപ്പൊ അത് മാക്സിമം ഉപയോഗിച്ച് മാക്സിമം അങ്ങ് സ്കോർ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. മാം വേറെ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു മാം. എല്ലാവർക്കും നല്ലോണം വളരെയധികം പ്രയോജനമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ കൂടി മാം പറഞ്ഞുകൊണ്ട് നല്ല ഉപകാരപ്രദമായിരുന്നു. എങ്ങനെ അവിടേക്ക് റീച്ച് ചെയ്യാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. സാറിനും മാമിനും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഇനി നന്ദി പ്രസംഗത്തിനായിട്ട് ഫസ്റ്റ് ഇയർ B.Ed മാത്തമാറ്റിക്സിലെ ഹർഷിതയെ ക്ഷണിക്കുന്നു. Good evening, everyone. Am I audible? It's my honor to extend the gratitude for the session. So, NREAP-നെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോച്ചിങ് ക്ലാസ് ഓപ്റ്റ് ചെയ്യാൻ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഐ ഗെസ് ഈ വെബിനാറിലൂടെ എല്ലാവരുടെയും കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും. ഐ ഹോപ്പ് സോ. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഏത് ടൈമിൽ അപ്ലൈ ചെയ്യണം എക്സാംസിന്, ഏതൊക്കെ എക്സാംസിന് അപ്ലൈ ചെയ്യണം, എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം. സോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി. അപ്പോൾ ഇപ്പം തന്നെ പ്രത്യേകം സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലായി. So I'm moving on to my duty. So on behalf of Mar Basilis College of Education and IQAC, first and foremost, I would like to thank our esteemed resource persons, Mr. Vinu Sridhar and Ms. Kavya P, for sharing their valuable insights. So വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ എക്സാംസിനെ പറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വിശദീകരിച്ചു തന്ന വിനു സർ, പിന്നെ താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എങ്ങനെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാന്നുള്ളത് കുറഞ്ഞ ടൈമിൽ നമുക്ക് കൺവേ ചെയ്ത് തന്നു. സോ ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് അതേപോലെ വളരെ എനർജറ്റിക് ആയിട്ട് സെഷൻ ഹാൻഡിൽ ചെയ്ത കാവ്യ മാം. മാമിൻ്റെ പ്രൊഫൈല് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഡിഗ്രീസും ഒരുപാട് എക്സാംസിനെ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയാ ഇതൊക്കെ പറ്റാന്നുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു സോ മച്ച്. പിന്നെ ഓൾസോ ഐ വുഡ് ലൈക്ക് ടു അക്നോളജ് ദ ഹാർഡ് വർക്ക് ഓഫ് പ്രോഗ്രാം കൺവീനർ ജീന മാം. മാം ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തത്. സോ ഷി വാസ് വെരി എക്സൈറ്റഡ്.
So thank you so much, ma'am. And on behalf of Marbasilis College, I would like to thank Team Entry Learning App for this informative collaboration. And lastly, I would like to thank all the faculties and students of Marbasilis College. Thank you so much. ലിങ്ക് ഫീഡ്ബാക്കും സർട്ടിഫിക്കറ്റിനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് ഫില്ല് ചെയ്യാം കേട്ടോ. ഹലോ ജീന മാം, ഓഡിബിൾ ആണോ? യെസ് സർ, പറഞ്ഞോളൂ സർ. മാം താങ്ക് യു സോ മച്ച്. എൻട്രിയുടെ സൈഡിൽ നിന്നും ഞാനും ജീന മാമിന് താങ്ക് യു പറയാണ്. സുനി സാറിന് ഓൾസോ, സുനി സാറിന് എന്നെ വിളിച്ചിരുന്നു ഈവനിങ്, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, വിഷ്ണു യൂണിവേഴ്സിറ്റിയിലാന്ന് പറഞ്ഞത്. അപ്പോ മാമിന് ഓൾസോ സാറിന് ഓൾസോ ഒരു ബിഗ് താങ്ക് യു. നാളെ എന്തായാലും ഞാൻ നേരിട്ട് വിളിക്കുന്നുണ്ട് സാറിനെ, മാമിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജീന മാമിന്റെ ഇത്ര നേരം, ഐ തിങ്ക് 1.5 hour ആയി നമ്മളിപ്പോ വെബിനാർ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്റെ സൈഡിൽ നിന്നും, എൻട്രിയുടെ സൈഡിൽ നിന്നും, കാവ്യ മിസ്സിന്റെ സൈഡിൽ നിന്നും, വിനു സാറ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാണ് സാറിന് ജോയിൻ ആകാൻ പറ്റത്. അപ്പൊ ഞങ്ങളുടെ 4 പേരുടെ സൈഡിൽ നിന്നും ഒരു ബിഗ് താങ്ക് യു ജിന മാം, സുനി സാറിന് ഓൾസോ, പിന്നെ സ്റ്റുഡൻസിന് ഓൾസോ. ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ടും ഓൾമോസ്റ്റ് 10 o'clock ആകാറായി. സ്റ്റുഡൻസിന് ഓൾസോ ഒരു ബിഗ് താങ്ക് യു സോ മച്ച് മാം. അപ്പൊ ഫ്യൂച്ചറിലും നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിലും നമ്മൾ ഈ കോർഡിനേഷനും ഈ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. തിരിച്ചും സാറ് ഞങ്ങൾ അതുപോലെ തന്നെ നന്ദി പറയുന്നു. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വെബിനാർ കൊടുക്കുവാനായിട്ടും, കാരണം അവർക്ക് നല്ലൊരു പോസിബിലിറ്റി, നമ്മളിപ്പോ കുട്ടികളോട് അല്ലെങ്കിൽ അവര് ഇത്തരത്തിലുള്ള എക്സാംസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു വെബിനാറിലൂടെ അവർക്ക് ഇതെല്ലാം എങ്ങനെ വേണം, ഒരു ശരിക്കും ഒരു നല്ലൊരു ഒരു പാത്ത് അവർക്ക് ഓപ്പൺ ചെയ്ത് എങ്ങനെ വേണം, ടെസ്റ്റുകൾ എങ്ങനെ എഴുതണം, എങ്ങനെ ഇതാകണം, അതിനുശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം, ഒരു ഐഡിയ കുട്ടികൾക്ക് കിട്ടാനായിട്ടൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തീർന്നു. ഞങ്ങളും വളരെ, ഞങ്ങളുടെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് വി ആർ ഓൾസോ എക്സ്പ്രസിംഗ് അവർ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു. ഓക്കെ. അപ്പോ ഇനി കമ്മിങ് ടൈമിൽ നെക്സ്റ്റ് വെബിനാർ ഒക്കെ വേണമെങ്കിൽ മാം പറഞ്ഞാൽ മതി, നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ തീർച്ചയായിട്ടും സാറേ പറയാം, ചെയ്ത് കൊടുക്കാം. അപ്പോ ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. സ്റ്റുഡൻസ് ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ സർ, Thank you all. Good night. ഓക്കെ.